ഇർഫാനി. നമുക്കറിയാമല്ലോ, ഇന്ന് കേരളക്കരയിൽ എന്നല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും മാലകൾ, മൗലൂദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ ഇന്നേ വരെ ആരും ശ്രദ്ധ തിരിക്കാത്ത, എത്ര നിലക്കും മറുപടി പറഞ്ഞാലും തീരാത്ത ഒരുപാട് പ്രശ്നങ്ങൾ, പലരും പല ചോദ്യങ്ങളുമായി ബിദഈ പ്രസ്ഥാനക്കാർ ഉടലെടുത്തപ്പോൾ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഇർഫാനിയുടെ ഒരു മഹത്തായ താക്കീത് എന്ന രൂപത്തിൽ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും നിരവധി സ്ഥലങ്ങളിൽ പോയി ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ കുത്തുബിയത്തും റാത്തീബും പ്രമാണത്തിൽ എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் സംസാരിക്കുന്നത് മാത്രമല്ല, സദസ്സിനെ മുഴുവനും കോരിത്തെരിപ്പിക്കുന്ന രൂപത്തിൽ ഉസ്താദ് അവர்கள் ഈ വിഷയ സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു വെച്ച് ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് ചോദിക്കുക. വളരെ ആവേശോജ്ജലമായ രൂപത്തിൽ ഈ മഹത്തായ ആത്മീയ സദസ്സിനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் വളരെ ഭംഗിയാക്കി തരും. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ സ്ഥാപനത്തിന്റെയും നമ്മുടെ ഉസ്താദിന്റെ മുഹിബീങ്ങളിലും നമുക്കൊരു അഭിമാനമാണ്. അള്ളാഹു അവർക്ക് ഇനിയും ധാരാളം ഉയർച്ച മശായിഖന്മാരുടെ തണലിലൂടെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ വഴുകിയ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ കൊച്ചു ഗ്രാമമായ ബായാർ കലിയാർ സാബിരി മസ്ജിദിൽ ശൈഖുന ഉസ്താദ് പേരിട്ട റഹ്മത്ത് നഗറിൽ വളരെ മനോഹരമായി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് എല്ലാവിധ സ്നേഹ ആദരവുകൾ സമർപ്പിച്ചുകൊണ്ട് ഈ വേദിക്ക് മുമ്പാകെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. ആ ദൂരെ നിൽക്കുന്ന മുഴുവൻ ആളുകൾ കടന്നു വരിക. പ്രത്യേകിച്ചും പെരിങ്കടി അബ്ദുൽ ഖാദർ ഹാജി അവർക്ക് 10,000 രൂപ ഈ പരിപാടിക്ക് സദഖയായി തന്നിട്ടുണ്ട്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ, ജാരിയായ സദഖയിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം നൽകട്ടെ. അതേപോലെ പൊടിമോൺ ഹാജി, അദ്ദേഹം അരിയും പഞ്ചസാരയും ഒക്കെയും സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, അവരുടെ സദഖ സ്വീകരിക്കട്ടെ. പലരും ബേടകട്ട മുഹമ്മദ് ഹാജി 2,000 രൂപ മരിച്ച ഉമ്മ ഉപ്പാന്റെ പേരിൽ സദഖ ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ഉമ്മ ഉപ്പാന്റെ ഖബർ സ്വർഗീയ പൂങ്കാവനമാകട്ടെ. അവർക്ക് ഒരു കുടുംബത്തിന് ദീർഘായുസ് നൽകട്ടെ. എല്ലാവരുടെ സദഖ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വളരെ ഭംഗിയായി ഉസ്താദ് അവர்கள் നിങ്ങളുടെ സംശയങ്ങൾ മുഴുവനും തീർത്തിട്ട് ഈ മഹത്തായ ആത്മീയ സദസ്സ് സമാപിക്കൂ. അതുകൊണ്ട് ദൂരെ നിൽക്കുന്നവർ, പള്ളിയുടെ ഉള്ളിലും ആ പള്ളിയുടെ പരിസരത്തും റോഡിന്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നിന്ന് ശ്രമിക്കുന്നവർ യാതൊരു നിൽക്കേണ്ട ആവശ്യവുമില്ല. ഇവിടെ കസാലകൾ നിങ്ങളെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഈ സദസ്സിലേക്ക് കടന്നു വരിക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ വേദിക്ക് മുമ്പാകെ സ്നേഹ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും എഴുന്നേറ്റ് സദസ്സിലുള്ള മുഴുവൻ ആളുകളൊന്ന് എഴുന്നേറ്റ് നിന്ന് അവരവരിയ്ക്കുന്ന കസാല 2 അടി ഇങ്ങോട്ട് അടുപ്പിച്ച് ഒന്നും കൂടി അടുത്തിരുന്ന് പിറകിലിരിക്കുന്ന കസാലകൾ നിരത്തുകയും പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് സദസ്സിലിരിക്കാൻ സംഘാടകർ അവസരം കൊടുക്കുകയും വേണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا وحبيبنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى
إبراهيم إنك حميد مجيد أما بعد فإن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن لو استقاموا على الطريقة لأسقيناهم ماء غدقا لنفتنهم فيه صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والحمد لله رب العالمين خير القرون قرني ثم الذين يلونهم ثم الذين يلونهم صدق رسوله النبي الكريم يا قطب أهل السماء والأرض غوثهما يا فيض عيني وجوديهم وغيثهما يا ابن العليين قد أهرزت إرثهما يا خير من كان يدعى موهي الدين يا موهي الدين يا موهي الدين يا موهي الدين يا عبد القادر جيلاني ബഹുമാനപ്പെട്ട ഈ മഹത്തായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയും പണ്ഡിതനും സൂഫി വര്യനും ഒരുപാട് വിദ്യാർത്ഥികളുടെ ഉസ്താദുമായ ബഹുമാനപ്പെട്ട ആദരണീയനായ മിസ്ബാഹി ഉസ്താദ്, ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്ത പണ്ഡിത ശ്രേഷ്ഠനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമന്യരായ നേതാവും വലിയ ദർസിലെ ഒരുപാട് കാലമായി ദീനീ രംഗത്ത് നൂറുകണക്കിന് മുത്തഅല്ലിമീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീന് പകർന്നു കൊടുക്കുന്ന ഞങ്ങളുടെ ഉസ്താദിൻ്റെ അഭിമന്യനായ മുഹിബ് ബഹുമാനപ്പെട്ട ആദരണീയനായ പയ്യക്കി ഉസ്താദ്, ഈ വേദിയിൽ ഉപവിഷ്ടരായ എൻ്റെ വന്യരായ ജ്യേഷ്ഠ സഹോദരങ്ങൾ ബഹുമാനപ്പെട്ട ഷരീഫ് ഉസ്താദ്, ഖുദൈരി അബ്ദുൽ ഉസ്താദ്, അലിഫൈസി ഉസ്താദ്, ബഹുമാനപ്പെട്ട അഭിമന്യനായ റഫീഖ് ഫൈസി ഉസ്താദ്, ഷെയ്ഖ് മുഹമ്മദ് ഫൈസി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഈ മഹത്തായ യോഗത്തിന് സ്വാഗതം അരുളിയ എൻ്റെ വന്യ സുഹൃത്ത് ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ്, അതുപോലെ അബ്ബാസ് ദാരിമി ഉസ്താദ്, വേദിയിൽ ഇവിടെ ഖിറാത്ത് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മഹൽ വ്യക്തിത്വം, അതുപോലെ നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ട്രഷറർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങിയ പ്രഗത്ഭരായ മഹാന്മാരായ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട അൻബരി ഉസ്താദ്, ജാഥയെ നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചപ്പാരപ്പടവെന്ന് ഇവിടത്തേക്ക് എത്തിയ PTP അഷ്റഫ് അടക്കമുള്ള ഞങ്ങളെ വന്ന സുഹൃത്തുക്കൾ, അതുപോലെ വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് നേതാക്കൾ, ഈ സ്ഥാപനത്തിലെ മുത്തഅല്ലിമീങ്ങൾ, ഈ മഹത്തായ ഈ പരിപാടി വിജയിപ്പിക്കാനായി എല്ലാം മാറ്റിവെച്ച് ദിവസങ്ങളായി അധ്വാനിക്കുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, വിശിഷ്യ ബഹുമാനപ്പെട്ട നമ്മുടെ മസ്ജിദിലെ ഇമാമും ഇർഫാനിയുമായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, അതുപോലെ തുടങ്ങിയ മഹൽ വ്യക്തിത്വങ്ങൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ഈ ഒരുമിച്ച് കൂടിയതിനെ, നമ്മുടെ ഈ സന്തോഷത്തിനെ, ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിൻ്റെ മരണം വരെയുള്ള സന്തോഷമാക്കി നീ നിലനിർത്തി തരണം റഹ്മാനേ.
ഈ മഹത്തായ മജ്‌ലിസിൽ ഞങ്ങൾ പല ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കിതിൻ്റെ പിന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, അല്ലാഹുവേ നിന്റെ പൊരുത്തം, ഞങ്ങളെ വന്നിരായ ശൈഖുനാന്റെ സന്തോഷം പഠിച്ചവനെ ഞങ്ങൾക്കത് രണ്ടും നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ അതിന് ഞങ്ങൾക്ക് വല്ല കുറവ് വരുന്ന ഇനത്തുകൾ ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ അത് പരിഹരിച്ചു തരികയും ഞങ്ങൾക്ക് ആ മഹത്തായ രണ്ട് സൗഭാഗ്യവും നൽകണം റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്ന ആളുകൾ അവരോട് ഞങ്ങളെ നീ ചേർക്കണം റഹ്മാനെ. അങ്ങനെ പാവങ്ങളായ ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഈ മജ്‌ലിസ് തിരിയുന്നതിന് മുമ്പ് ഞങ്ങളെ മുറാദ് നീ ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ രോഗം നീ മാറ്റിത്തരണം റഹ്മാനെ. വിശിഷ്യ ഞങ്ങൾ ഈ പരിപാടിയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം പങ്കെടുക്കേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട അബുൽ അക്രം ഉസ്താദ് അവർകൾ, ഞങ്ങളുടെ സ്ഥാപനത്തിൽ എപ്പോഴും പയ്യറ്റി ഉസ്താദിൻ്റെ കൂടെ വരുന്ന ആളാണ്. ബഹുമാനപ്പെട്ട അബുൽ അക്രം ഉസ്താദ് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, അസുഖം ബാധിച്ച് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ വരാതിരുന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നീ പെട്ടെന്ന് ശിഫ കൊടുക്കണം റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാനൊരു നീണ്ട ആമുഖം ഇവിടെ നടത്തൽ ഉചിതമല്ല. കാരണം മണി 9:15 ഏതാണ്ട് ആയിട്ടുണ്ട്. 10 മണിക്കൊക്കെ തന്നെ ഏതാണ്ട് നമുക്ക് നിർത്തേണ്ടതുമാണ്. മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളും ദഅവാ സംഘത്തിൻ്റെയും ജമിയത്തുൽ ഇർഫാനിൻ്റെ ഒക്കെ പ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്നുമുണ്ട്. അവരെല്ലാം രണ്ട് വാക്ക് ഇവിടുന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഈ സദസ്സിൻ്റെ ഭംഗി. കാരണം നമ്മൾ ഇന്ന് ഒരു പ്രചരണ പരിപാടിയും വാഹന പ്രചരണ ജാഥൻ്റെ ഉദ്ഘാടനവും കൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെ പ്രതിനിധികളായി വന്ന ആളുകളൊക്കെ രണ്ട് വാക്ക് ഈ സദസ്സിനെ ആശംസിക്കുക എന്നുള്ളത് ഈ സദസ്സിൻ്റെ ഒരു ഉചിതമായ പരിപാടിയാണ്. അതിവിടെ നടന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് അവസാനം അവർക്കൊരു 5 മിനിറ്റെങ്കിലും അവരെല്ലാവരും പറക്കത്തിനിവിടെ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല ഇന്ന് ഇവിടെ സംസാരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഖുതുബിയത്തും റാത്തീബും എന്നതാണ്. അങ്ങനെ ഒരു വിഷയം ഇവിടെ തിരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ആ കാരണത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ സ്ഥാപനത്തിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അത് നിർബന്ധമാണല്ലോ. നിങ്ങൾക്കറിയാം, നമ്മളെ ചപ്പാരപ്പട ഇർഫാനി അറബി കോളേജ് നമ്മളെല്ലാവരെയും കോളേജാണ്. കാരണം ശൈഖുന നമ്മളെ കോളേജിന് എങ്ങനെയാണ് പറയല്, ഞാനും എൻ്റെ കുട്ടികളും എന്നാ പറയുക. നമുക്കത് പറയാനൊന്നും നമ്മുടെ അടുത്തൊന്നുമില്ല, നമ്മളതിനൊന്നും ചെയ്തിട്ടില്ല. നമുക്കൊന്നും ചെയ്യാൻ നമ്മളുടെ അടുത്തൊരു മുതലുമില്ല, അധ്വാനിക്കാൻ നമുക്ക് സമയമില്ല, അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സുമില്ല. വളരെ മോശക്കാരാണ് നമ്മൾ. പക്ഷേ മഹാനായ ശൈഖുന പറയിൽ ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ സ്ഥാപനത്തിനെ ഏറ്റവും വലിയ സ്ഥാപനമാക്കി ഉയർത്തും, സമസ്തയുടെ ഏറ്റവും വലിയ സ്ഥാപനമാക്കി ഉയർത്തും എന്നാണ് ശൈഖുന പറയാറ്. അല്ലാഹുവേ ഞങ്ങളെ നീ അതിൽ ചേർത്ത് തരണേ റബ്ബേ. ശൈഖുന പറഞ്ഞ മക്കളിൽ ഞങ്ങളെല്ലാവരെയും നീ ചേർത്ത് തരണേ റഹ്മാനെ. ഉസ്താദ് നമ്മളെല്ലാവരെയും ചേർത്ത സ്ഥാപനമായിട്ട് നമ്മളെല്ലാവരുടെയും അക്കൗണ്ടിലേക്കാണ് ഉസ്താദ് ആ സ്ഥാപനം എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സ്ഥാപനമാണ് ഇർഫാനിയ. ആ ഇർഫാനിയെ സ്നേഹിച്ചിട്ട് മാത്രമാണ് ഇവിടെ എല്ലാവരും വന്നിട്ടുള്ളത്. സാവരിയ മസ്ജിദിന്റെ ഈ മുറ്റത്തേക്ക് വന്നത്, ഇത്രയും ഗ്രാമത്തിന്റെ ഉള്ളിലേക്ക് വന്നത് നമ്മൾ ഇർഫാനിയെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ്. വേറെ ഒന്നും നമുക്കതിലില്ല. ഇർഫാനിയെ സ്നേഹിക്കൽ അത് ഉസ്താദിനോടുള്ള സ്നേഹമാണ്. ഉസ്താദിനെ നമ്മൾ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ്, അള്ളാഹിന്റെ സ്നേഹം കിട്ടാനാണ്. കാരണം നമ്മൾ ഉസ്താദാണ്, നമുക്ക് ഇൽമു പറഞ്ഞത് ഉസ്താദാണ്, നമ്മളെ ഭക്ഷണം തന്ന് വളർത്തിയ ഉസ്താദാണ്, നമ്മളെ ഒരു ഉമ്മയെ പോലെ ഉപ്പയെ പോലെ കുരുന്നാളിൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയ ഞങ്ങളെല്ലാവരും ഞങ്ങളെ കൈയൊഴിയുമ്പോഴും നമുക്ക് എത്ര വലിയ വിഷമം പറയുമ്പോഴും നമ്മളെ രണ്ട് കൈയും കീട്ടി സ്വീകരിച്ച് ഞങ്ങളെ തടവി തലോടി തരുന്നത് ഞങ്ങളെ വന്യരായ ഗുരുനാഥരാണ്. ആ ഉസ്താദും ബഹുമാനപ്പെട്ട മഹാന്മാരായ അള്ളാഹുവിന്റെ മശായിഖുമാർ ചേർന്ന് സ്ഥാപിച്ച ഇർഫാനി അറബി കോളേജിന് 25 ആണ്ട് പൂർത്തിയാവുകയാണ്. ഇന്നലെ മാട്ടൂരിൽ ശൈഖുനാന്റെ പരിപാടിയിൽ അതിന്റെ ഉദ്ഘാടന പ്രസംഗം എനിക്കായിരുന്നു. പക്ഷെ ഉസ്താദിന്റെ മുമ്പിൽ എനിക്ക് നല്ല തീരെ ഒന്നും പറയാൻ പറ്റിയില്ല. സ്ഥാപനത്തെ പറ്റി നമ്മൾ സാധാരണ പറയേണ്ടതൊക്കെ ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിന്റെ പ്രത്യേകതകളൊക്കെ സാധാരണ നമ്മൾ പറയേണ്ടത് ഉസ്താദാണ് അവിടെ പറഞ്ഞത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. അതൊക്കെ ഞാൻ പറയേണ്ടതായിരുന്നില്ലേ, ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കേണ്ടതായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ എൻ്റെ നാവ് ബുദ്ധിയില്ല, ഉസ്താദിന്റെ മുമ്പ് പ്രസംഗിക്കാൻ എനിക്ക് ഇന്നലെ കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആ ദൗത്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ഇരുത്തി ഉസ്താദ് നമുക്ക് നിർവഹിച്ച് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് സ്ഥാപനത്തെ പറ്റി 2 വാക്ക് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്, ബഹുമാനപ്പെട്ട ഇർഫാനിയ അറബി കോളേജ് അതിന്റെ 25 കൊല്ലം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു ജലാലിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജും ഒരു സാബരി മസ്ജിദുമുണ്ട്. അള്ളാഹു അത് ഉയരത്തിലെത്തിച്ചു തരട്ടെ.
അസ്രഫി ഉസ്താദ് ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഈ പലവരും ഈ പള്ളിയിൽ വരാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ വന്നു കഴിഞ്ഞ ഉടനെ നേരെ ഉസ്താദിന്റെ അടുത്ത് ചെന്നപ്പോൾ ഇവിടുത്തെ നിന്ന് അനുഭവം ഞാൻ ഉസ്താദിനോട് പങ്കുവച്ചു. ഉസ്താദിന്റെ പള്ളിയിൽ ഇരുന്ന പോലെ ഉണ്ട് ആ പള്ളിയിൽ ഇരുന്നപ്പോഴേ എന്ന് പറഞ്ഞു. ഉസ്താദ് എനിക്ക് ഇതിന്റെ മഹത്വം പറഞ്ഞു. ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ച് ചപ്പാരപ്പെടുമെന്ന് വരുമ്പോഴും അവരെ കുറച്ച് പിറകിലാണെന്ന് അറിഞ്ഞപ്പോഴും ഞാൻ സാങ്കേതികത്വം പറഞ്ഞ് വേഗം ഇവിടെ എത്തി. മഗ്‌രിബിന് ഇവിടെ ഇരുന്ന് ഔറാദ് നിർവഹിക്കണം പള്ളിയിലിരുന്ന് എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അള്ളാഹു അത് എനിക്ക് സാധിപ്പിച്ചു തന്നു. അത്രയും നല്ല ഒരു സക്കീനത്തുള്ള ഒരു മസ്ജിദ് ഈ കുഗ്രാമത്തിന്റെ ഉള്ളിൽ വെച്ച് ആ മസ്ജിദിന്റെ ഉള്ളിലെ ഒരു ജലാലിയ കോളേജ് സ്ഥാപിക്കാൻ പറഞ്ഞു. ഇവിടെ ആർക്കാണ് പൈസ ഉള്ളത്? മിസ്ബാഹ് ഉസ്താദ് നമ്മളെ പോലത്തെ ഒരു മുദരിസാണ്, ഒരു പാവ മുദരിസാണ് അദ്ദേഹം. അതുപോലെ അസ്രഫ് ഉസ്താദ്, മിസ്ബാഹ് ഉസ്താദിന്റെ ശിഷ്യൻ ചെറിയൊരു ഖത്തീബാണ്. അങ്ങനെ തുടങ്ങി എല്ലാവരും നമ്മളെ പോലത്തെ മിസ്കീന്മാരാണ് ഈ രണ്ട് സ്ഥാപനം ഇവിടെ നടക്കുന്നത്. എന്നാൽ ഇത്ര ഉള്ളിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ കന്യാര മൂല ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം തങ്ങളെ വീട്ടിലേക്ക് കന്യാര പട്ടിക്കാട് 18 നിന്ന് ഇറങ്ങി എത്രയോ പോകാറുണ്ട്. എത്രയോ ദൂരത്തുനിന്ന് ആളുകൾ മഹാനായ ശൈഖുനാനെ തേടിയെത്തിയത് ശൈഖുനാന്റെ വാഗ്വിലാസം കൊണ്ടല്ല, മഹാനായ മൗലാന്റെ ലേഖനത്തിന്റെ മനോഹാരിത കണ്ട് വായിച്ചറിഞ്ഞ ആളുകൾ തേടി വന്നതല്ല. തങ്ങളെ പരിചയപ്പെടുത്താൻ കോളങ്ങളും പുസ്തകങ്ങളും കോളമിസ്റ്റുകളും പരിചയപ്പെടുത്തിയത് കൊണ്ട് കേട്ടോടി വന്നതല്ല. മഹാനായ കന്യാര മൗലാന്റെ വീട്ടിലേക്ക് പോകുന്ന 18 എന്ന സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ആളുകളെ കൊണ്ടുപോകാൻ എത്ര ഓട്ടോറിക്ഷക്കാരാണ് അതിലൂടെ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തിയത്. മഹാനായ മൗലാനെ ഇത്ര ഉള്ളിലെ കുഗ്രാമത്തിലേക്ക് തന്റെ കൊച്ചു ഭവനത്തിലേക്ക് ആളുകളെ എത്തിച്ച ഒരേ ഒരു ഘടകം അത് അല്ലാഹുവിന്റെ ഹുബ്ബാണ്. അത് അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ മതമാണ്, അതൊരു ഇലാഹിയായ മദ്ഹറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ നമ്മളെ വന്യരായ ശൈഖുന അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. മഹാനായ ഉസ്താദിന്റെ തണലും ദില്ലും മതതും നമുക്ക് അല്ലാഹു ദീർഘിപ്പിച്ചു തരട്ടെ. ഉസ്താദിന് ആളുകളോട് അധികം സംസാരിച്ചിരിക്കാൻ താല്പര്യമില്ല. ഉസ്താദ് എല്ലാ പരമാവധി സമയങ്ങളിലും വാതിലും ഗേറ്റും അടച്ച് ഒറ്റയ്ക്കിരിക്കുകയാണ്. വരുന്ന ആളുകൾക്ക് 100 കണ്ടീഷൻ ബോർഡ് എഴുതി വെച്ചിട്ടും പറഞ്ഞിട്ടും പിടിപ്പിച്ചിട്ടും നിർബന്ധിക്കുകയാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തുന്നവൻ ഇവിടെ വരേണ്ടതില്ല. അതുപോലെ കൃത്യമായി ശുദ്ധി വരുത്തുന്നതിന് തടസ്സമാകുന്ന പേൻസ് പോലുള്ള ടൈറ്റ് ഫിറ്റ് ഡ്രസ്സുകൾ ധരിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഇടമില്ല. അതുപോലെ ചവച്ചു വരുത്തുന്നവർക്ക് ഇവിടെ ഇടമില്ല. അതുപോലെ തട്ടിപ്പുമായി നടക്കുന്ന ആളുകൾക്ക്, ശരീഅത്തില്ലാത്ത ആളുകൾക്ക്, നിസ്കരിക്കാത്ത ആളുകൾക്ക് ഇവിടെ ഇടമില്ല എന്ന് തുടങ്ങി ഒരുപാട് നിബന്ധനകൾ വെക്കുന്നു. രോഗം പറയാനും ബുദ്ധിമുട്ട് പറയാനും ദുനിയാവിന്റെ കേസ് പറയാനും ഇവിടെ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഒളിവിന്റെ മറവിന്റെ ലോകത്തേക്ക് ഉസ്താദ് മാറിയിരിക്കുമ്പോഴും എത്ര ആളുകൾ ശൈഖുനാനെ തേടി വരുന്നത്. ആര് ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും, ആര് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും പിന്നെയും ആളുകൾ ഓടി വരുന്നത് ഒന്നേ കൊണ്ട് മാത്രമാണ്. അത് അല്ലാഹുവിന്റെ മതതാണ്, അത് അല്ലാഹുവിന്റെ മദ്ഹറാണ്, അത് പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഇൽമിന്റെ ബഹുമാനപ്പെട്ട കറാമത്തിന്റെ ബഹുമാനപ്പെട്ട ശരീഅത്തിന്റെ ബഹുമാനപ്പെട്ട ത്വരീഖത്തിന്റെ മദ്ഹറായത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുഅ്മിനീങ്ങളെ അവിടത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവരുന്നത്. ഇനി നിങ്ങൾ നോക്കൂ. ബഹുമാനപ്പെട്ട ഇർഫാനിയ അറബി കോളേജ്, ഒരു കോളേജ് നടത്തുക എന്നതിന്റെ പ്രയാസം. സാബരിയ മസ്ജിദിന്റെ ചാരത്ത് നടക്കുന്ന ഒരു ചെറിയ ജലാലിയ കോളേജ് നടത്തുന്നതിന്റെ പ്രയാസം അതിന്റെ സംഘാടകർക്കറിയാം. ഇവിടെ 1,000 സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ അതിന് പിരിവെടുക്കുന്നതിനപ്പുറം അതിന്റെ ഭംഗിയിൽ അതിന്റെ ഉള്ളറകളിൽ കൊണ്ടുപോവുക, അതിന്റെ ഉസ്താദുമാരെ അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകളെ മനോഹരമായി നയിച്ചു കൊണ്ടുപോവുക എന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്. വളരെ പ്രയാസമുണ്ട്. കാരണം ഇന്ന് മുതഅല്ലിമീങ്ങളെ തർബിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പണിയാണ്. അവരുടെ കയ്യിൽ മൊബൈലാണ്, വാട്സപ്പ് ഗ്രൂപ്പാണ്. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചു, ഉസ്താദെ ഞങ്ങളൊരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ അതിലെ ആഴ്ചയിൽ മൗലാനെ പറ്റി പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ്? ഞാൻ ഇന്ന് ദർസിൽ ഒരു മുതഅല്ലിമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. ഇവരെങ്ങനെ നമ്മൾ തർബിയത്ത് ചെയ്യും? എങ്ങനെ അവർക്ക് കിതാബ് ഓതി കൊടുക്കും? എങ്ങനെ അവരുടെ മനസ്സിനെ നമ്മൾ കീഴടക്കിയെടുക്കും? ഇത് ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രത്യേകമായ സാഹചര്യമാണ്. ഇനി ഇത് തിരിച്ചു വരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് വർദ്ധിക്കുകയല്ലാതെ ഭൗതിക ലോകത്തേക്ക് മനുഷ്യൻ കൂപ്പുകുത്തി നശിച്ചു പോവുകയും ആത്മീയത ഇല്ലാതാവുകയും ചെയ്യുകയല്ലാതെ പഴയതിലേക്ക് അടുത്തു വരുന്ന കാലം ഇനി വളരെ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യത്തിൽ വന്യരായ ശൈഖുന ചപ്പാരപ്പടവിൽ നിർവഹിച്ചത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉസ്താദ് പഠിപ്പിച്ച ഉസ്താദിന്റെ ശിഷ്യന്മാർ ബഹുഭൂരിഭാഗവും 99% ആളുകളും
അവരെ ശൈഖുന ഇന്നും തലപ്പാവോടുകൂടി നടത്തുകയാണ്. അവരെ ബഹുമാനപ്പെട്ട ശൈഖുന ജുബ്ബ ഇടാൻ പറഞ്ഞിട്ടില്ല. അവരെല്ലാവരും ശൈഖുനാന്റെ ഡ്രസ് ഇടുകയാണ്. ശൈഖുനാന്റെ തുണി എടുക്കുന്നതിന് പലരും പരിഹസിക്കും. കല്ലിമുണ്ട് കമ്പനി എന്നാ നിലയിൽ പറയാ. മഹാനായ ശംസുലമന്റെ ഡ്രസ് അതായിരുന്നു. മഹാനായ ശംസുലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കല്ലിമുണ്ടായിരുന്നു. ശൈഖുന ശംസുലമ ആരെങ്കിലും പുറത്താക്കിയാൽ കല്ലിമുണ്ടും വാങ്ങി ആ മുത്തലിമിങ്ങൾ വീട്ടിലേക്ക് വന്നാൽ ശൈഖുന സന്തോഷത്തോടെ ശംസുലമ അവർ സ്വീകരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ മഹാനായ ശംസുലമയെ കുറിച്ച്, മഹാനായ ശൈഖുത്തുൽ മുസ്ലിയാറെ കുറിച്ച്, അതുപോലുള്ള മഹാന്മാരായ അള്ളാഹുവിന്റെ ആലിമീങ്ങളും ഔലിയാക്കളുമായ ആലിമീങ്ങൾ അവരെ ആ മാർഗത്തിലാണ് ഒന്നരായ ശൈഖുന ചപ്പാരപ്പട ഇർഫാനിയ അറബി കോളേജും അതിലെ മുത്തലിമീങ്ങളെയും അതിലെ മഹാസംരംഭങ്ങളെയും മഹാനായ ശൈഖുന നയിക്കുന്നത്. വലിയ വലിയ ഉത്തരവാദിത്വമുള്ള ഒരു ദൗത്യമാണത്. ചെറിയ കാര്യമല്ല. അതെല്ലാം പൊളിഞ്ഞു പോവുകയും ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളും ഒരുപാട് കമ്മിറ്റി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട ഒരുപാട് സാഹചര്യമുണ്ട്. ഒരു കോളേജ് നടത്തുമ്പോ ഒന്നരായ ശൈഖുനാന്റെ ഒരു കണ്ണുരുട്ടിന്റെ മുമ്പിൽ ഭയപ്പെടാത്തൊരു കമ്മിറ്റി മെമ്പർ ഇല്ല. ശൈഖുനാന്റെ ഒരു സ്വകാര്യവാക്ക് എന്തെങ്കിലും എനിക്ക് തട്ടിപ്പോകുമോ എന്ന് പേടിക്കാത്തൊരു മുത്തല്ലിമില്ല. ശൈഖുനാന്റെ ഇഷ്ടം കാംക്ഷിക്കാതെ മറ്റൊന്നും ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുത്തല്ലിമിനെ ഇർഫാനിയ കോമ്പൗണ്ടിൽ കാണാൻ കഴിയൂല. ഒരു സ്റ്റെപ്പ് അവന്റെ ജീവിതത്തിന്റെ നിർണായക തീരുമാനത്തിൽ മുന്നോട്ട് വെക്കാൻ അവിടെയുള്ള ഒരു മുത്തല്ലിമിന് ഉസ്താദിന്റെ ഇഷ്ടം കൊണ്ടല്ലാതെ, ഉസ്താദിന്റെ തീരുമാനം കൊണ്ടല്ലാതെ അവിടെ നടക്കൂല എന്നത് ഞാൻ ഏറെ പറയുന്നതല്ല. ഇത് വസ്തുതയാണ്. നിങ്ങൾക്ക് ഇർഫാനിയിൽ വന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ മഹാനായ ശൈഖുനാന്റെ ആത്മീയ പ്രഭാവം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഹിജറ 800-കളോടുകൂടി തർബിയത്ത് മുറിഞ്ഞുപോയി എന്ന് പറയുന്ന ചില മഹാന്മാരുടെ ഉണ്ടായിട്ടുണ്ട്. മഹാനായ അഹമ്മദ് ഫറൂഖ് തങ്ങൾ ഒരുപാട് ആ ഇബാറത്തിന് ഇമാമിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ തോന്നുകയാണ് അതിന് മറുപടി പറയേണ്ടതില്ല. ഞാൻ ഒരുപാട് അതിനെ ഗണ്ണിക്കുകയും ആ ഇബാറത്തിന് വേറെ ഇബാറത്ത് കൊണ്ട് ഒരുപാട് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോ തോന്നുകയാണ് അതിനെ ഗണ്ണിക്കേണ്ടതില്ല. കാരണം അഹമ്മദ് ഫറൂഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് തർബിയത്ത് ശേഷിക്കും ബിൽ ഹിമ്മത്തി വൽ ഹാൽ. വ്യക്തിപ്രഭാവം കൊണ്ട് ആളുകളെ വ്യക്തിപ്രഭാവം കൊണ്ട് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് മുറിഞ്ഞു പോകൂല എന്ന് അഹമ്മദ് ഫറൂഖ് തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ വ്യക്തിപ്രഭാവം എന്ത് വിടുവായിത്തം പറഞ്ഞാലും ശൈഖുനാന്റെ മുമ്പിലെത്തുമ്പോൾ മറക്കാത്തവരില്ല. അത് മഹാനായ ഉസ്താദിന്റെ ഒരു മദതും ഒരു തൗഫീഖുമാണ്. അല്ലാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ അത് വർദ്ധിപ്പിച്ച് പറയുന്നത് നമ്മളിങ്ങനെ ഏറെ ഉസ്താദിനെ പറ്റി പറയാണ് എന്ന് പലരും വിചാരിച്ചു പോകും. എന്താ സ്ഥാപനത്തെ പറ്റി പറഞ്ഞാൽ പോരെ, എന്തിനാ ഉസ്താദിനെ പറ്റി പറയുന്നതൊക്കെ പറയും. സ്ഥാപനത്തെ പറ്റി എന്താ പറയണ്ടേ? അതിന്റെ ബിൽഡിംഗ് നല്ല ഭംഗിയുള്ളതാണെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കത് പറയാനില്ല. കാരണം മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് മിസ് ജലാലി ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ 25 കെട്ടിടമൊന്നുമില്ല, ആകെ 2-3 കെട്ടിടേ ഉള്ളൂ. പക്ഷേ ആ കെട്ടിടത്തിനപ്പുറം അതിന്റെ ഉള്ളിലാണ് അതിന്റെ കാര്യം. അതിന്റെ മുഴുവനും ശൈഖുനയാണ്, അതിന്റെ വരവ് ശൈഖുനയാണ്, അതിന്റെ ചെലവ് ശൈഖുനയാണ്, അതിന്റെ നിയന്ത്രണ ശൈഖുനയാണ്, അതിന്റെ കമ്മിറ്റി ശൈഖുനയാണ്, അതിന്റെ ഉസ്താദ് ശൈഖുനയാണ്, അതിന്റെ സർവ്വനിയന്ത്രണ ശൈഖുനയാണ്. അപ്പൊ സ്ഥാപനത്തെ പറ്റി പറയാന്ന് പറഞ്ഞാൽ അതല്ലാതെ വേറെ മേറ്റർ ഇല്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മഹാനായ കന്യാല മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം അവിടുത്തെ ശൈഖ് ബഹുമാനപ്പെട്ട മദ്ഹർ ദാത്തുൽ ഹഖ് സയ്യിദില്ല മുഹമ്മദ് സാലിഹ് മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം അങ്ങനെ തുടങ്ങിയ ആ നീണ്ട ത്വരീഖത്തിന്റെ മഹത്തായ പരമ്പരയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ഒരു കണ്ണിയാണ് മഹാനായ മൗല. അതിന്റെ ആ ചങ്ങല നിയന്ത്രിക്കുന്ന വലിയൊരു മഹാനാണ് മൗല ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണുപൊട്ടൽ പോലും അറിയുന്ന കാര്യമാണ്. അത് അറിയാത്തവരാരുമില്ല. മൗലാന്റെ ഖലീഫയാണ് ഉസ്താദ് എന്നത് അറിയാത്ത ആളുകൾ ഇന്ന് കേരളത്തിൽ ആരുമില്ല. എല്ലാവർക്കും അറിയാം, സർവ്വരിക്കും അറിയാം. മൗലാനെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് ഒന്നരായ ശൈഖുനാനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതിനൊരുപാട് ഉദാഹരണങ്ങളും മറ്റൊന്ന് ഏറെ പറയേണ്ടതില്ല. മൗല പറഞ്ഞ വാക്കുകളും മറ്റൊന്ന് ഏറെ ഉദ്ധരിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் മഹത്തായ ആ സ്ഥാപനം 25 കൊല്ലം മനോഹരമായി നടത്തിയപ്പോൾ ഉസ്താദിനൊരാഗ്രഹം, ഞങ്ങൾക്ക് അവിടെ ഒരു മുത്തവ്വല് തുടങ്ങണം. അൽഹംദുലില്ലാഹ് അത് തുടങ്ങി. ചെറിയൊരു ഖിദ്മത്ത് ചെയ്യാൻ ബഹുമാനപ്പെട്ട നമ്മളെ ശരീഫ് ഉസ്താദിനും ഈ പാവപ്പെട്ടവർക്കൊക്കെ അവസരമുണ്ട്. അല്ലാഹുവേ നിലനിർത്തി തരണം റഹ്മാനെ, ഭംഗിയിൽ അത് കൊണ്ടു നടക്കാൻ തൗഫീഖ് തരണം റഹ്മാനെ. അതിന് കുറവ് വന്നുപോലേ റബ്ബേ. അത് അടുത്ത കൊല്ലം തഖസ്സുസ് ആക്കണമെന്ന് ശൈഖുന ആഗ്രഹിക്കുകയാണ്. എന്താ അതിന്റെ കൈമേലുള്ളത്, അതിന് പറ്റിയ ഉസ്താദുമാരുണ്ടോ എന്നൊക്കെ പലരും ഇങ്ങനെ ആശങ്കിക്കുന്നുണ്ടാവും. നമുക്കൊക്കെ അങ്ങനെ ആശങ്ക വരാൻ ഇടയില്ല. കാരണം ശൈഖുന ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് അള്ളാഹുവിന്റെ മശായിഖുമാർ അങ്ങനെ എളുപ്പമായി കൊടുക്കലുണ്ട്. അല്ലാതെ ആ സ്ഥാപനം അങ്ങനെ കൊണ്ടുനടക്കാൻ കഴിയില്ല. ഈ മഹത്തായ സ്ഥാപനത്തിന്റെ സമ്മേളനം നിങ്ങൾ നോക്കൂ.
മഹാനായ മർഹൂം നാട്ടുകവി മൂസ മുസ്ലിയാർ, അള്ളാഹു മഹാനരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മൂസ മുസ്ലിയാരായിരുന്നു ഇർഫാനയുടെ തന്റെ മരണകാലം വരെയുള്ള സമാപന പ്രഭാഷകൻ. സമ്മേളനത്തിൽ ലാസ്റ്റ് മൂസ മുസ്ലിയാർ പ്രസംഗിക്കുക, നാട്ടിക ഉസ്താദ് അവർ. രണ്ട് കാര്യം പറയാ, ഞാൻ ഈ സ്ഥാപനമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. കാരണം ഒന്ന്, എൻ്റെ നാട്ടുകാരനാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദിനെ പറ്റി പറഞ്ഞിട്ട് പറയും, ഉസ്താദിന്റെ നാട്ടുകാരനാണ്. രണ്ടാമത്തത്, ഞങ്ങളൊരു അമീദ് ഉസ്താദ് ഉണ്ടായിരുന്നു, അള്ളാഹു മഹാനരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദിന്റെ നിഴലായിരുന്നു. അമീദ് ഉസ്താദിന്റെ ശരീക്കാണ്. അവരൊന്നിച്ച് 8 കൊല്ലം പഠിച്ച ആളുകളാണ്. അപ്പൊ അതിനുകൊണ്ട് ഈ സ്ഥാപനം എനിക്ക് ഭയങ്കര ബന്ധമെന്ന് പറഞ്ഞിട്ട് മൂപ്പര പ്രസംഗം തുടങ്ങുക. മൂപ്പര പ്രസംഗം കഴിഞ്ഞ് സലാത്തിലേക്കാ വരിക. മൂപ്പര വഫാത്തായതിനു ശേഷം ആ പ്രസംഗം ഏറ്റെടുത്തത് ശൈഖുനയാണ്. ഒരു സമ്മേളനത്തിന് വന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ നടക്കൽ തുടങ്ങും. സമ്മേളനത്തിന് വന്നാൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ പിന്നെ ആളുകൾ കടല പൊറുക്കി ഇങ്ങനെ നടക്കൽ തുടങ്ങും. സമാപനത്തിൽ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ ചപ്പാരപ്പെടുവിൽ അങ്ങനെയല്ല. മൂസോലേര് മരിക്കുന്നത് വരെ മൂസോലേരെ പ്രസംഗം കേൾക്കാൻ ആളുകൾ നല്ല കൗതുകകരമായ പ്രസംഗമായിരിക്കും. പക്ഷേ മൂസോലേരുടെ വഫാത്തിന് ശേഷം മഹാനായ ശൈഖുനായാണ് സമാപന പ്രസംഗം നടത്താറ്. ശൈഖുന സമാപന പ്രസംഗം നടത്തും. ശൈഖുനാന്റെ പ്രസംഗം തുടങ്ങാനാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത്, ഇവിടെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല, എല്ലാവരും സ്ഥാപനത്തെ പറ്റി അറിയുന്നവരാണ്. ഏതെങ്കിലും ഒരാൾ പുറത്തുണ്ടെങ്കിൽ അറിയട്ടെ, ഇത് നമ്മുടെ ജാഥന്റെ ഉദ്ഘാടനം കൂടിയാണല്ലോ. എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ വന്നിരുന്ന് ഒന്നുകൂടി ഇരിക്കുക. 12:30-1 മണിക്ക് ദുആ കഴിഞ്ഞിട്ട് ഉസ്താദ് എല്ലാവരും പോട് എന്ന് പറഞ്ഞാലേ പോവുള്ളൂ. എല്ലാവരും പൊയ്ക്കോളി, ഇനി നിൽക്കണ്ട, പോയിക്കോളി എന്ന് പറയണം. എന്തിനാണ് അങ്ങനെ പൊയ്ക്കോളി ബഹുമാനപ്പെട്ട പയ്യക്ക് ഉസ്താദ് പോകുന്നത്? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ എന്തിനാണ് അങ്ങനെ പൊയ്ക്കോൾ എന്ന് പറയുന്നത്? അതെല്ലാം വലിയ ഹിക്മത്തുകളുണ്ട്. എല്ലാവരും പൊയ്ക്കോളി ഉസ്താദിന്റെ ഇതിനോടുകൂടി എല്ലാവരും പറഞ്ഞേക്കാണ്. എല്ലാവരും തേടി വന്നതല്ല, ഉസ്താദ് ഇതിനോടുകൂടി പറഞ്ഞേക്കാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ആ സദസ്സ്, ആ സക്കീനത്തുള്ള സദസ്സ്, ഒരു ഇല വീണാൽ കേൾക്കുന്ന നിശബ്ദമായ ആ സദസ്സ്, 10,000 പങ്കെടുക്കുന്ന സദസ്സ്, ആ സദസ്സിനെ കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ യാസീൻ ഓദിക്കും, ദിക്ർ ചൊല്ലിക്കും, ദുആ ചെയ്ത് ആമീനുകൾ ഉയർന്ന ആ രംഗം നിങ്ങൾ ആലോചിച്ചപ്പോൾ അത് വലിയ സംഭവമാണ്. മഹാനായ ഉസ്താദ് അവർ പറയാം, ആ 10,000 യാസീൻ ഉയർന്ന സദസ്സ് ബഹുമാനപ്പെട്ട വന്യരായ ശൈഖുനാ ഉസ്താദ് അവർ വളർത്തിക്കൊണ്ടുവരുന്ന ആ മഹത്തായ സംരംഭം, അത് നമുക്ക് വലിയ ഭാവിയിൽ ഇനി വലിയ സംഭവമാകാൻ പോവാണ്. 25ാം വാർഷികമായിട്ടുള്ളൂ. ഇനി നമുക്ക് പലതും ആ സദസ്സിൽ നമുക്ക് കാണാനുണ്ട്. അള്ളാഹു അതൊക്കെ കൺകുളിരെ കാണാൻ തൗഫീക്ക് തരട്ടെ. ഒരിക്കൽ മെയ് മാസത്തിന്റെ ചുട്ടുപൊള്ളുന്ന ചൂടിലായിരുന്നു സമ്മേളനം. ഭയങ്കര ചൂടായിരുന്നു. അന്ന് സമ്മേളന നഗരിയിൽ ചുറ്റുഭാഗത്ത് കെട്ടിയ തോരണങ്ങൾ, ആ തോരണങ്ങൾ അതിശക്തമായി കാറ്റിലടിച്ചു വീശുന്നു. തൊട്ടപ്പുറത്തുള്ള മൈതാനിക്കാട്ടിലെ വൃക്ഷത്തിന്റെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഈ നഗരിയിലെ ഇലകൾ മാത്രം അനങ്ങുന്നതാണ്. നമ്മൾ നേരിട്ട് നമ്മളൊക്കെ പങ്കെടുത്തവരൊക്കെ കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉസ്താദ് വയല് പറയാൻ തുടങ്ങിയപ്പോ മഴ പെയ്തു. ബഹുമാനപ്പെട്ട ശൈഖുന ദുആ ചെയ്യാൻ നോക്കുമ്പോൾ മഴ പെയ്തു. മഴയെ നോക്കി ശൈഖുന എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖുന അങ്ങ് ദുആ ചെയ്യുമ്പോൾ മഴ അങ്ങ് നിന്നു. ഒരു കുട്ടി എഴുന്നേറ്റില്ല. മഴ കോരിച്ചെറിയുന്ന മഴ, കോരിച്ചെറിയാൻ മഴ ഉദ്ദേശിച്ചു വന്നു. പക്ഷെ ഒരു കുട്ടിയെ പോലും ആ മഴ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ശൈഖുനാന്റെ ദുആയിൽ ഒരു 2-3 വാക്കുകൾ അങ്ങ് പോയപ്പോ മഴ തനിയെ നിന്നു. നമുക്ക് നമ്മൾ കണ്ടതാണ്. സമ്മേളനം കഴിയുന്നവര് പിന്നെ മഴയില്ല. ഒരിക്കൽ ആ അന്ന് തന്നെ തളിപ്പറമ്പിന്റെ പരിസരത്തൊക്കെ മഴയുണ്ട്, അവിടെ മാത്രം മഴ പെയ്തില്ല. ഇതൊക്കെ നമ്മൾ കണ്ട അത്ഭുതമാണ്. അള്ളാഹു ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ കറാമത്ത് ധാരാളം കാണാനും അനുഭവിക്കാനും തൗഫീഖ് തരട്ടെ. ആമീൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹത്തായ സ്ഥാപനത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരു 3 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. ഒന്ന്, ഇവിടെ ധാരാളം മുതഅല്ലിമീങ്ങളുണ്ട്. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ജാമിഅ ഇർഫാനിയയിലെ മുതവ്വലിൽ നിങ്ങൾ വന്ന് ചേരണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ മുതവ്വലിന്റെ വിദ്യാർത്ഥികളായി വന്ന് ചേർന്ന് പഠിച്ച് 2 വർഷം പഠിച്ച് ശൈഖുനാന്റെ കയ്യിൽ നിന്ന് സനദ് വാങ്ങണം. അതുപോലെ മുതവ്വൽ കഴിഞ്ഞ ആളുകൾ തഖസ്സുസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാനിന് ശേഷം അവിടെ തഖസ്സുസ് കോഴ്സ് തുടങ്ങുകയാണ്. തുഹ്ഫയുടെ പ്രധാനപ്പെട്ട ഇന്തിഖാബ് ചെയ്യപ്പെട്ട ബാബുകൾ അത് പ്രത്യേകമാണ്. അതിനും ആ അവസരം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന, ഇവിടെ പതാക കൈമാറിയ ഈ വാഹന സന്ദേശ പ്രയാണം, അത് അങ്ങ് പാലക്കാട്, കാസർഗോഡ് മുതൽ പാലക്കാടാണ് അവസാനിക്കുന്നത്. മഞ്ചേശ്വരം മുതൽ മണ്ണാർക്കാട് വരെ നീണ്ടു നിൽക്കുന്ന ഈ ജാഥ നിങ്ങളൊക്കെ ഈ പരിസരത്തുള്ളവരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഓരോ സ്ഥലത്തും നിങ്ങളോട് ബന്ധപ്പെട്ട ആളുകൾ അത് വിജയിപ്പിക്കാൻ, നമ്മൾ സാധാരണ ഒരു ജാഥ, ഒരു താഴെ തട്ടിലേക്ക് ഇറങ്ങിയ ഒരു ജാഥയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനൊരു ക്യാപ്റ്റനൊന്നുമില്ല,
നമ്മളെല്ലാവരും കൂടി ആ പതാക വാങ്ങേണ്ടത്, നമ്മളെല്ലാവരും കൂടി അത് വാങ്ങിയിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ഒരു ആളെ ഹൈലൈറ്റ് കാണിക്കലോ അല്ലെങ്കിൽ മറ്റു അങ്ങനെയൊന്നുമില്ല, മറിച്ച് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി നമ്മൾ സ്ഥാപനത്തെ പരിചയപ്പെടുത്തുകയും ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. സ്ഥാപനത്തിന്റെ സമ്മേളനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യം മാത്രമേ നമ്മൾ അതിൽ നിർവഹിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തത് ഇൻഷാ അല്ലാഹ് വരുന്ന നമ്മുടെ സമ്മേളനത്തിൽ 3 ദിവസവും 4 ദിവസവും അവിടെ വന്ന് സജീവമായിട്ട് ഖുതുബിയത്ത്, ഒന്നാമത്തെ ദിവസം ഖുതുബിയത്താണ്, സമാപനം ശൈഖുനാന്റെ അതിഗംഭീരമായ വഅദും നസീഹത്തുമാണ്. അതിലൊക്കെ 4 ദിവസവും നമുക്ക് അവിടെ തഗ്ദൂ ഖിമാസം വതറൂഹു ബിതാന, വയറ് നിറച്ച് നമുക്ക് തിരിച്ചു വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഖുതുബിയത്തും റാത്തീബും എന്ന വിഷയത്തിൽ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എന്തിനാണ് ഈ ഖുതുബിയത്ത്, എന്താണ് ഈ റാത്തീബ്? ഇത് ചർച്ച ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ വേദി ഇതാ. ഏതാണ്? ഇർഫാനിയുടെ സമ്മേളന പ്രചരണ പരിപാടിയാണ്. കാരണം ഇർഫാനിയെ പറ്റി പലരും പറയാറുണ്ട് അതൊരു തെരീഖത്ത് കോളേജാണെന്ന്, അതൊരു തെരീഖത്തുകാരുടെ കൂടാരമാണെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമൊന്നുമില്ല. നല്ലതല്ലേ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ, നല്ലതല്ലേ. ത്വരീഖത്ത് എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് ഓനെ ത്വരീഖത്തുകാരനാണ്, ഓനെ വ്യഭിചരിക്കുന്നവനാന്ന് പറയും പോലെ ആളുകളെ മനസ്സിൽ ത്വരീഖത്തിനെ പറഞ്ഞ് നിഫ്രത്തുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഇതിനെ നമുക്ക് പ്രതിരോധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമുക്കതിനെ പ്രതിരോധിക്കണം. അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയുള്ള പ്രതിരോധമാണ്, അള്ളാഹുവിന്റെ ദീനിനെ പ്രതിരോധിക്കലാണ്. എന്തുകൊണ്ടെന്നറിയോ? ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് വാസിലാകുന്ന മുഅ്മിനിന്റെ വഴിക്കാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക് ഒരു മുഅ്മിനായ മനുഷ്യൻ വാസിലാകുന്ന, റബ്ബിലേക്ക് ചേരുന്ന, റബ്ബിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ മാർഗത്തിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ത്വരീഖത്തില്ലാത്തൊരു വലിയില്ല. ولكل واحدهم طريق من طرق يختاره فيكون من ذا واصلا. വലിക്കുല്ലി വാഹിദിഹിം, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് എല്ലാവർക്കും ഉണ്ട് ത്വരീഖും മിൻ തുറുഖ്, ഒരുപാട് ത്വരീഖത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ത്വരീഖത്തില്ലാത്തൊരു വലിയില്ല. ആ ത്വരീഖത്തിനെ ഇഖ്താറഹു, അവനത് തെരഞ്ഞെടുത്ത് ഫയകൂനു മിൻ ദാ വാസില, അല്ലാഹുവിലേക്ക് അതിലൂടെയാണ് അവൻ ചേരുക എന്ന് ഞാൻ പറഞ്ഞതല്ല, ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞതല്ല. ഞങ്ങളുടെ ഉസ്താദിന്റെ സനദ് പോയി മുട്ടുന്ന മഹാനായ ഉസ്താദുൽ അസാതീർ മഖ്ദൂദങ്ങൾ പറഞ്ഞതാണിത്. തന്റെ അദ്കിയയിൽ മമ്പറും ഞങ്ങൾ പറഞ്ഞില്ലേ, അദ്കിയ ഓതണം മോനെ, അത് സൂഫിയാക്കളുടെ കിതാബാണ്, അദ്കിയെ വിട്ടുകളയല്ലേ എന്ന് മമ്പറും ഞങ്ങൾ പറഞ്ഞ ആ മഹത്തായ അദ്കിയ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ റിസ്ഖാണ്, ഭക്ഷണമാണെന്ന് മമ്പറും ഞങ്ങൾ വിശേഷിപ്പിച്ച ആ അദ്കിയ ഉണ്ടല്ലോ, ആ അദ്കിയയിൽ ബഹുമാനപ്പെട്ട മഖ്ദൂദങ്ങൾ പറയുകയാണ് എല്ലാ ഔലിയാക്കൾക്കും ത്വരീഖത്തുണ്ട്, ത്വരീഖത്തില്ലാത്തൊരു വലിയുണ്ടാവില്ല. എന്നിട്ടാ നമ്മൾ പറയുന്നത് ഓ ത്വരീഖത്തുകാരനാണ്, ഓൻ ഏതോ ത്വരീഖത്തിൽ പോയി കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ പരിഹസിക്കുകയാണ്. യഥാർത്ഥത്തിൽ ത്വരീഖത്ത് എന്ന് പറയുന്നതാണ് സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധ കക്ഷികൾ എന്ന് പറയുന്നത് സലഫികളാണ്. ആ സലഫികൾ, അവർ ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ, വഹാബികളാവട്ടെ, മൗദൂദികളാവട്ടെ, ലോകത്ത് ഏതൊക്കെ സലഫികളുണ്ടോ, ഈ സലഫി ആരോടാണ് യുദ്ധം ചെയ്യുന്നറിയോ? സലഫിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് സൂഫിയാണ്. സൂഫിസത്തെയാണ് അവർ എതിർക്കുന്നത്. സൂഫിസമാണ്, സൂഫിസത്തെ ഉൾക്കൊള്ളലാണ്, സൂഫിസത്തെ വെച്ച് പൊറപ്പിക്കലാണ്, സൂഫിസത്തെ കൂട്ടിച്ചേർക്കലാണ്, സൂഫിസത്തെ നിലനിർത്തലാണ്, സൂഫിസം ഒരു ഭാഗമായി സ്വീകരിക്കലാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ വഹാബികൾ എന്തിനാ എതിർക്കുന്നത്? മാല എന്താണ്? അത് മുഹ്യിദ്ദീൻ ശീലങ്ങളുടെ മദ്ഹബാണ്, അത് സൂഫിയാണ്, അല്ലാഹുവിന്റെ സൂഫിയാക്കളുടെ നേതാവാണ്. പിന്നെന്തിനാ എതിർക്കുന്നത്? മൗലിദുകൾ മഹാന്മാരുടേതാണ്, അതിനെയാണ് സലഫികൾ എതിർക്കുന്നത്. പിന്നെന്തിനാ എതിർക്കുന്നത്? ദിക്റുകളെയാണ്, റാത്തീബുകളെയാണ്. അങ്ങനെ തുടങ്ങി ഇവിടെ വഹാബികൾ എതിർക്കുന്നത് ബഹുമാനപ്പെട്ട തസവുഫിനെയാണ്, തസവുഫ് ഉൾക്കൊള്ളുന്ന ത്വരീഖത്തിനെയാണ്, സൂഫികളുടെ മാർഗത്തെയാണ്. അതിനെ പ്രതിരോധിക്കാനാണ് ഇവിടെ സമസ്ത. ആ സമസ്തന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വഴക്കൽ മുല്ലക്കോയത്തങ്ങളായിരുന്നു. വഴക്കൽ മുല്ലക്കോയത്തങ്ങൾ റിഫായിയ ത്വരീഖത്തിന്റെ ശൈഖായിരുന്നു. അതുകൊണ്ട് തന്നെ ത്വരീഖത്തിനെ വിമർശിക്കാൻ വേണ്ടി വന്ന, തസവുഫിനെ വിമർശിക്കാൻ വേണ്ടി വന്ന, അതിനിവിടുന്ന് ഉച്ചാടനം ചെയ്യാൻ വേണ്ടി വന്ന സലഫികളെ ഉച്ചാടനം ചെയ്യൽ തന്റെ ദൗത്യമായി വരക്കൽ വാലനി മുല്ലക്കോയത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്
സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. മഹാനായ ശൈഖുനാന്റെ കഴിഞ്ഞ വർഷത്തെ സന്നദ്ധാന പ്രസംഗം പിന്നീട് എന്തോ ഒരാവശ്യത്തിനാ എനിക്ക് ഒന്നും കൂടി ആവർത്തിച്ച് കേൾക്കാൻ കഴിഞ്ഞത്. അന്ന് കേട്ടപ്പോഴുണ്ടായതല്ലാത്ത ഒരുപാട് അറിവ് ആ പ്രസംഗത്തിൽ എനിക്ക് രണ്ടാമത് ലഭിച്ചു. ശൈഖുനാൻ എന്ന് പറഞ്ഞെന്താണെന്നറിയോ? വരക്കൽ മുല്ലക്കോയത്തുകൾ ഉണ്ടാക്കിയ സമസ്ത അത് ആത്മീയ സമസ്തയാണ്, നമ്മളൊക്കെ സാധാരണ പറയുന്നത്. എന്നാൽ അത് ഔലിയാക്കളാണ് അതിലുള്ളത്. അത് ഔലിയാക്കളിലൂടെ ത്വരീഖത്തും തസവുഫും നിലനിർത്തിയത് കൊണ്ടുപോകും. അതിനെ മാറ്റി നിർത്തിയൊരു സമസ്ത ഉണ്ടാകൂല. അത് ബഹുമാനപ്പെട്ട ഇമാം മഹദിയിലേക്ക് എത്തും. മഹദി ഇമാമാണ് ഈ ത്വരീഖത്തിന്റെ അവസാനത്തെ ശൈഖ് എന്ന് മഹാനായ ശൈഖിനെ ചേർത്തങ്ങ് പറഞ്ഞപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുഅ്മിനീങ്ങളെ, ഇതല്ലേ ബഹുമാനപ്പെട്ട ത്വരീഖത്ത് എന്ന് പറയുന്നത്? ഈ ത്വരീഖത്തിനെയല്ലേ ആളുകൾ ഇന്ന് ത്വരീഖത്ത് മുഴുവനും കണ്ണടച്ച് ഇരുട്ടാക്കുക, കാടടച്ച് വെടിവെക്കുന്ന, നഖശികാന്തം എതിർക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തിലെ സുന്നത്തിയമായത്തിന്റെ ലേബലിൽ വർക്ക് ചെയ്യുന്ന ചില ആളുകൾ എത്തിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഈ ഇർഫാനിയായുടെ ജൂനിയർ സ്ഥാപനമായ ജലാലിയ കോളേജിന്റെ ഷാബിലി മസ്ജിദിന്റെ തിരുമുറ്റത്ത് ഒരുമിച്ചുകൂടി ഇർഫാനിയ സമ്മേളനത്തിന്റെ വാഹന സന്ദേശ ജാഥയുടെ ഉദ്ഘാടനത്തിൽ ഒരുമിച്ചുകൂടിയ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കണം. നമുക്ക് വരക്കൽ മുല്ലക്കോയത്തങ്ങളിൽ ഇറങ്ങിയ ദൗത്യമുണ്ടല്ലോ, ആ ദൗത്യത്തിൽ നമുക്കും പങ്കാളികളാവണം. ആരാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ ശത്രുക്കൾ എന്നറിയുമോ? അവർ തസവ്വുഫ് വിരോധികളാണ്, സൂഫി വിരോധികളാണ്, വഹാബികളാണ്. അവർ വഹാബിസം ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്ത് സുന്നത്ത് ജമാഅത്തിന്റെ കുപ്പായമിട്ട് നടക്കുന്ന ഏതെങ്കിലും പെരിങ്കള്ളന്മാരുണ്ടെങ്കിൽ, ത്വരീഖത്തിന്റെ വിരോധികളുണ്ടെങ്കിൽ അവരെയും നമുക്ക് വഹാബിസത്തിന്റെ പട്ടികയിലേക്ക് ചേർത്തുകൊണ്ട് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിനെ നമുക്ക് സംരക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഈ ചർച്ചാവേദിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കാരണം. ആ ത്വരീഖത്തുകളിൽ, ത്വരീഖത്തിന്റെ മഹാന്മാരിൽ പ്രമുഖനായ ഒരു മുറബ്ബിയായ ശൈഖായിരുന്നു. ഒരു കാലഘട്ടം കണ്ട അത്ഭുതമായിരുന്നു. എക്കാലഘട്ടത്തിലും ഈ ഉമ്മത്തിന്റെ ജ്യോതിർകുളമായിരുന്നു മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അദീം. വലിയ മഹാനായിരുന്നു. ആ മഹാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹീദ്ദീൻ മാലയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ വർഷം പള്ളിയോട് ചേർന്ന ആ സദസ്സിൽ വെച്ച് നമ്മൾ സംസാരിച്ചത്. ഇവിടെ ഇങ്ങോട്ടേക്ക് മാറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് ഇപ്പൊ ആള് കുറവാണ്. പക്ഷെ അതെല്ലാം അത് ജയിച്ചുകൊണ്ട് ഈ സദസ്സിന് മുഴുവനും നിറയുന്ന ആളുകൾ നമുക്ക് ഇന്നും വന്നു. ഇത് ശൈഖ് ജീലാനിയുടെ ഒരു മദതും കൂടിയായി. അൽഹംദുലില്ലാഹ്. മരണം ശൈഖ് ജീലാനി വഫാത്തായ അവിടുത്തെ ജനിച്ച പരിശുദ്ധമായ മാസമാണ്. ഈ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പല രീതിയിലുള്ള മർഫിയത്തുകളും ബഹുമാനങ്ങളും ലോകത്ത് നിലനിർത്തിയിട്ടുണ്ട് പലരും. അതിൽപ്പെട്ട ഒന്നാണ് ഖുതുബിയത്ത്. അതുപോലെ ശൈഖ് ജീലാനിയുമായി ബന്ധപ്പെട്ട റാത്തീബുകൾ, അഹ്മദുൽ കബീർ റിഫായി തങ്ങളുമായി ബന്ധപ്പെട്ട റാത്തീബുകളൊക്കെ അവരുമായി ബന്ധപ്പെട്ട. എന്താണ് ഈ അവരുമായി ബന്ധപ്പെട്ടത്? ആ ബന്ധപ്പെട്ടോണ്ട് എന്താ കാര്യം? ആമുഖമായി ഞാൻ പറയട്ടെ. പരിശുദ്ധ ഇസ്ലാം ദീനിൽ എന്തിനെല്ലാം ബഹുമാനമുണ്ടോ ആ ബഹുമാനത്തിനൊക്കെ കാരണം അല്ലാഹുവിന്റെ ഔലിയാക്കളോ, അമ്പിയാക്കളോ, ഔലിയാക്കളോ. അവർ തൊട്ടത്, അവരോട് ബന്ധപ്പെട്ടതിനെ ബഹുമാനമുള്ളൂ. അവരെന്തെങ്കിലും ഒന്ന് വെറുത്താൽ അള്ളാഹ് അത് ദീനിന്റെ ശത്രുവായി, ദീനിൽ വെറുക്കപ്പെടേണ്ടതാക്കി അള്ളാഹു നിശ്ചയിക്കുന്നു. ഇതാണ് ദീനിന്റെ സ്വഭാവം. നിങ്ങൾ നോക്കൂ, കഅബ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ, അള്ളാഹു നമ്മളെ അവിടെ എത്തിച്ചു തരട്ടെ. കഅബ കാണാൻ, നേരിൽ പോയി കാണാൻ, അതിന്റെ മുമ്പിൽ നേരിട്ട് കണ്ട് സുജൂദ് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. 1000 തൗഫീഖ് തരട്ടെ. എന്താ കഅബന്റെ പ്രത്യേകത? ഇന്നി അഅലമു അന്നകി ഹജർ. കഅബത്തിലെ ഏറ്റവും ബഹുമാനപ്പെട്ട ഹജറുൽ അസ്വദിനെ നോക്കി മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞതാണ്, ഇന്നി അഅലമു അന്നകി ഹജർ. നീ കല്ലാണെന്ന് എനിക്കറിയാം. കഅബത്തിന്റെ കല്ലേ ഹജറുൽ അസ്വദേ. ഒരു കല്ലാണ്, ഒരു കല്ലിന്റെ കെട്ടിടമാണ്. സാബരി മസ്ജിദും കല്ലിന്റെ കെട്ടിടമാണ്, നമ്മുടെ വീടും കല്ലിന്റെ കെട്ടിടമാണ്, ഇവിടെയുള്ള എല്ലാം കല്ലിന്റെ കെട്ടിടമാണ്. എന്നാൽ അതുപോലുള്ള ഒരു കല്ലിന്റെ കെട്ടിടമല്ല കഅബ. ആ കഅബയെ തേടി ലോകത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ദൈനംദിനം വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ കഅബനെ ജനങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്നു. ആ പ്രദക്ഷിണം പോലുള്ള പ്രദക്ഷിണം ഇവിടുത്തെ ഹൈന്ദവർ ആയ ആളുകൾ അവരുടെ ബിംബത്തോട് നടത്തുമ്പോഴും അവരോട് എതിരായി കഅബ തവാഫ് ചെയ്യണ്ട എന്ന് ഒരു വഹാബി പോലും പറയുന്നില്ല. കാരണം ഹദീസിന്റെ വെളിച്ചത്തിൽ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ തവാഫ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും പറയുന്നു, വല്യതവഫു ബിൽ ബൈത്തിൽ അതീഖ്.
നിങ്ങൾ കഅബയെ നിങ്ങൾ തവാഫ് ചെയ്യണം, ചുറ്റണം, പ്രദക്ഷിണം ചെയ്യണം. കല്ലുകൊണ്ടുള്ള ഒരു കെട്ടിടത്തിനെ എന്തിനാണ് തവാഫ് ചെയ്യുന്നത്? എന്തിനാ മുഅ്മിനീങ്ങൾ അതിനെ ചുറ്റുന്നത്? അതിനെ ആരാധിക്കലല്ല, അതിനെ ബഹുമാനിക്കലാണ്. എന്താണ് ഇതിന് ബഹുമാനം? സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബഹുമാനം അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ? എന്തിനാ കഅബക്ക് ബഹുമാനം? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനമാണ് കഅബക്ക്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ബഹുമാനമാണ് കഅബക്ക്. അല്ലാഹു ഖുർആനിൽ പറയുകയാണ്. എന്നാൽ അവർ ജനിക്കുന്നതിന് മുമ്പ് കഅബക്ക് ബഹുമാനില്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കളെ നേരത്തെ തന്നെ അല്ലാഹു ബഹുമാനിക്കും, നേരത്തെ തന്നെ അല്ലാഹു ബഹുമാനിക്കും. മഹാനായ പാടത്തായി മുഹമ്മദ് സാലിഹ് മൗലാ റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ 200 വർഷം മുമ്പ് ഇവിടെ ഒരാൾ ജനിക്കാനുണ്ട്. ആ മനുഷ്യന്റെ കാലത്ത് ഞാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് കൈ ഞാൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ ആളുകളെ ഉമർ ഖാദി ഉദ്ധരിച്ചിട്ടുണ്ട്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വരുന്നതിന്റെ 300 വർഷം മുമ്പ് ഇവിടെ ശൈഖ് അബ്ദുൽ ഖാദിർ വരാനുണ്ട് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരുന്നതിന്റെ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് നബിമാരും മനുഷ്യന്മാരും ആ നബി ഇവിടെ വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നേരത്തെ ബഹുമാനം വെക്കും. ആ ബഹുമാന കഅബക്ക് നേരത്തെയുള്ള ബഹുമാനം. എന്ന് നിങ്ങൾ നോക്കൂ, ഈത്തപ്പനയെ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈത്തപ്പന എന്ന് പറഞ്ഞാൽ നമ്മളെ തെങ്ങ്, കേരളത്തിലുള്ള തെങ്ങുണ്ടല്ലോ, തെങ്ങിന്റെ മറ്റൊരു പകർപ്പ ഈത്തപ്പന. നല്ല തേങ്ങ ഉണ്ടാകുന്നത് പോലെ അത് ഈത്തപ്പഴം തരുന്നു. അതിന്റെ സ്വഭാവങ്ങളൊക്കെ തെങ്ങിനുണ്ട്, തെങ്ങിന്റെ സ്വഭാവങ്ങളൊക്കെ ഈത്തപ്പനക്കുണ്ട്. അതിന്റെ വേര് മുതൽ മുഴുവനും ഉപയോഗിക്കപ്പെടും. എന്നാൽ തെങ്ങിനെ ബഹുമാനിക്കണം ആരെങ്കിലും പറഞ്ഞു? ബഹുമാനപ്പെട്ട തെങ്ങ് ആരെങ്കിലും പറയോ? എന്നാൽ ഈത്തപ്പന ബഹുമാനപ്പെട്ടവർ. ഈത്തപ്പനക്ക് ബഹുമാനുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഈത്തപ്പനെ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. കാരണം അത് നമ്മുടെ എളാമയാണ്. അക്രിമു അമ്മതകും, അത് നിങ്ങളുടെ എളാമയാണ്. അന്നഖല ഈത്തപ്പന. എന്താ കാരണം? ഫഇന്നഹാ ഖുലിഖത് മിൻ ബഖിയതി തുർബത്തി ആദം. ആദം നബിയെ പടച്ചപ്പോൾ ആ പടക്കാൻ ഉപയോഗിക്കുന്ന മണ്ണിന്റെ ബാക്കി കുറച്ച് മണ്ണ്, ആ മണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പനയെ പടച്ചു. അപ്പൊ ആദം നബിന്റെ ബാക്കി മണ്ണിൽ നിന്നായതുകൊണ്ട് ആദം നബിന്റെ അനുജത്തിയ ഈത്തപ്പഴം. ആദം നബി നമ്മളെ വെല്ലുപ്പാന്റെ പെങ്ങളാ. അതുകൊണ്ട് വെല്ലുപ്പാന്റെ പെങ്ങള് എളാമയാ. എളാമാനെ ബഹുമാനിക്കണേ മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം? ആദം നബിന്റെ മണ്ണിനോട് പടക്കപ്പെട്ട ബാക്കിയായി, അതായത് ബഹുമാനം. ഇനി ഗർഭിണികൾക്ക് ഈത്തപ്പഴം ഏറ്റവും നല്ല ഭക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അത്ര നല്ല വേറെ ഭക്ഷണമില്ല എന്നാ നബി പറഞ്ഞത്. കാരണം എന്താ? മറിയം ബീവി ഗർഭം ധരിച്ചപ്പോ അതാകുന്നത്. ഇവിടെ എന്തൊക്കെ ബഹുമാനമുണ്ടോ ആ ബഹുമാനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ ബഹുമാനമാണ്, ഔലിയാക്കളുടെ ബഹുമാനമാണ്. ഖബറിന്റെ അടുത്ത് ഒരാൾ വിളക്ക് വെച്ചു, ആ വിളക്കിൽ ഒരാൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ആ വെളിച്ചെണ്ണ തൊട്ടാൽ ബർക്കത്തുണ്ട്. കാരണം അത് ജിവാറിന്റെ ബർക്കത്താണ്. ഖബറിന്റെ അടുത്ത് വെക്കപ്പെട്ട മഹാനായ വലിയ ഖബറിന്റെ അടുത്ത് വെക്കപ്പെട്ട ബർക്കത്താണത്. അത് ബഹുമാനമുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ നടന്ന വഴി, അവർ വന്ന് ഇരുന്ന വഴി, അവർ പോയ വഴി, അവർ ചിന്തിച്ച വഴി, അവർ വിത്തിട്ട വഴി, അതൊക്കെ പിന്നെ മുളക്കും. അതിന്റെ ഉദാഹരണമാണ് അജ്മീർ. അജ്മീർ അതിന്റെ ഉദാഹരണം. ഖാജ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് അജ്മീർ ഇത്ര വലിയ ദർഗയും ഇത്ര വലിയ മഹത്വവും ഇത്ര വലിയ സ്ഥലമൊന്നും ജനങ്ങൾ മനസ്സിലാക്കിയില്ല. ഖാജ എവിടെയൊക്കെ എന്തൊക്കെ കല്ലിട്ടോ കാല് വെച്ചോ അതൊക്കെ ഇന്ന് ഓരോ സ്ഥലത്ത് ജനങ്ങൾ പോയി മുത്തുകയാണ്, മണപ്പിക്കുകയാണ്, ആദരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്. എന്നാൽ അതുപോലെ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുടെ തരീഖത്ത് കേരളത്തിൽ ഏറെ നിലനിന്നിരുന്നു. ഖാദിരി തരീഖത്ത് കേരളത്തിൽ ഏറെ നിലനിന്നിരുന്നു. ആ ഖാദിരി തരീഖത്തിൽ പെട്ടവരായിരുന്നു ഖാദി മുഹമ്മദ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ മുഹീദ്ദീമാരെ രചിച്ചത്. എന്നാൽ ആ തരീഖത്തിൽപ്പെട്ട മറ്റൊരു മഹാൻ, 400 കൊല്ലം മുമ്പ് വഫാത്തായി പോയ മറ്റൊരു മഹാൻ ആരാണ്? അദ്ദേഹം തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിലാണ് ജീവിച്ചത്. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹി ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ വലിയ ആലിമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ദർസ് നടത്തുന്ന സദസ്സിലേക്ക് വലിയ വലിയ ഔലിയാക്കളൊക്കെ ഇങ്ങോട്ട് കടന്നു വരും. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങളുടെ തരീഖത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആ സദസ്സിൽ
ബഹുമാനപ്പെട്ടവരുടെ ഇൽമിന്റെ സദസ്സിൽ പല വലിയ മലായികത്ത് കടന്നു വന്ന ചരിത്രമുണ്ട്. ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാന്മാർ കടന്നു വന്ന ചരിത്രമുണ്ട്. അങ്ങനെയുള്ള ശൈഖ് ജീലാനിയെ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി ശൈഖ് ജീലാനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു ദിക്റിന്റെ സമാഹാരമാണ് ഖുതുബിയത്ത് എന്ന് പറയുന്നത്. ഖുതുബിയത്തിന്റെ ദിക്റുകളും ഖുതുബിയത്തിന്റെ ബൈത്തുകളും ഖുതുബിയത്തിന്റെ രൂപങ്ങളും ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹു അലദി ഉണ്ടാക്കിയ. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് ആദർശപരമായ വിഷയം ഞാൻ പറയാം, പിന്നെ നമുക്ക് ചരിത്രത്തിലൂടെ തന്നെ കടന്നു പോകാം. ഇവിടെയുള്ള സ്ത്രീകളെയും പരിഗണിച്ചുകൊണ്ട് കേവലം ഒരു ആദർശ തെളിവുകൾ മാത്രം പറയുന്നതിനപ്പുറത്ത് ഒരു ചരിത്രപരമായ വിശദീകരണം കൂടി വേണമെന്ന് സംഘാടകർ ഉൾക്കൊള്ളിച്ചത് പറഞ്ഞതുകൊണ്ടാണ് ആ രീതിയിലൂടെ ഞാൻ ഈ വിഷയം കൊണ്ടുപോകുന്നത്. നിങ്ങൾ നോക്കൂ, ഏതൊരു മനുഷ്യനും ഉണ്ടാക്കിയ ദിക്റിന് എന്താ ശരീരത്തിന് പ്രത്യേകത ഉള്ളത്? അല്ലാഹു റസൂൽ പഠിപ്പിച്ച ദിക്റുടെ ഇല്ലേ? പിന്നെ ഈ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഉണ്ടാക്കിയ ദിക്ർ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ മനസ്സിലേക്ക് ചിന്ത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിൽ 3 കാര്യങ്ങൾ, ഒന്ന് ദിക്ർ, മറ്റൊന്ന് സ്വലാത്ത്, മറ്റൊന്ന് ദുആ. ഈ 3 കാര്യങ്ങൾക്കും ശറഇൽ ഒരു നിർണിതമായ രൂപം ഇങ്ങനെ പറ്റൂ എന്നില്ല. ഏത് ദുആവും മനുഷ്യന് ദുആർക്കാം. ഉദാഹരണം, അള്ളാഹുവിനോട് ദ്വാരക്കുമ്പോ ആ ദ്വാ അച്ചേൽക്ക് ആ പദം നെരി പറഞ്ഞിട്ടുണ്ടോ നോക്കണ്ടില്ല. ഉണ്ടോ? നമ്മളെല്ലാവരും പഠിച്ചവനോട് ദ്വാരക്കുന്നവരല്ലേ? നമ്മളെ പഠിച്ചവന് അള്ളാഹു, ആ അള്ളാഹുവിനെ നമ്മൾ ദുആ ചെയ്യും. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യും. ആ ദുആ ചെയ്യുന്ന വാക്ക് ഹദീസിൽ വന്ന വാക്കേ പറ്റൂ, അല്ലെങ്കിൽ ഒരു സഹാബി ദുആരുന്ന ദുആയേ പറ്റൂ എന്ന നിയമം ശരീഅത്തിലില്ല. അതിന് തെളിവെന്താ? നമ്മളെല്ലാം തെളിവാണ്. നമുക്ക് വേണ്ടതൊക്കെ പഠിച്ചവനോട് പറയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്താ? കാലിന്റെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാലും പഠിച്ചവനോട് ചോദിക്കണ്ട, പഠിച്ചവനെ എന്റെ വള്ളി ശരിയാക്കി തരണേ അല്ലാ, വേറെ ചെരുപ്പ് തരണേ അല്ലാ എന്ന് പഠിച്ചവനോട് കേൾക്കണം. അപ്പൊ നബി അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. രണ്ടാമത്തത് സ്വലാത്ത്. ചുരുക്കി പറയുക, സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് നബി ചൊല്ലിയ സ്വലാത്തേ പറ്റൂ എന്ന് ചില ആളുകൾ പറഞ്ഞു നോക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിന് അധികം പറയില്ല, വേഗം ഒഴിഞ്ഞു മാറും. പറയാൻ കഴിയൂലത്. നബി ചൊല്ലിയ സ്വലാത്തേ ചൊല്ലിക്കൂടൂ എന്ന് പറയുന്നത് മഹാപൊട്ടത്തരാണ്. അങ്ങനെ ശരീഅത്തിൽ നിയമമില്ല. എന്തുകൊണ്ട് നിയമമില്ല? ഒരു കാര്യം, അതിനൊരു തെളിവ് ഇജ്മാ. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേലേത് സ്വലാത്ത് ചൊല്ലാമെന്ന കാര്യത്തിൽ മുസ്ലിം ലോകം ഇജ്മാ ആണ്. അത്ര വലിയ തെളിവ് ഇസ്ലാമിലില്ല. ഇജ്മാ ആണ് ഏറ്റവും വലിയ തെളിവ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സഹീഹ് മുസ്ലിം രചിച്ചപ്പോ അതിന്റെ തുടക്കത്തിൽ ഒരു സ്വലാത്ത് എഴുതി. ആ സ്വലാത്ത് നബി ചൊല്ലിയ സ്വലാത്തല്ല, ഒരു സഹാബി ചൊല്ലിയ സ്വലാത്തല്ല, ഫാറൂഖ് തങ്ങളോ സിദ്ദീഖ് തങ്ങളോ ആയിഷ ബീവിയോ ഉസ്മാൻ ദുന്നൂറൈനിയോ ചൊല്ലിയ സ്വലാത്തല്ല, ഇമാം മുസ്ലിം തങ്ങൾ ഉണ്ടാക്കിയ സ്വലാത്താണ്. അതുപോലെ ലോകത്ത് കോടിക്കണക്കിന് കിതാബുകൾ രചിക്കപ്പെട്ടു. ആ കിതാബിന്റെ തുടക്കത്തിലൊക്കെ സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തൊന്നും നബി ചൊല്ലിയ സ്വലാത്തല്ല, വിവിധങ്ങളായ സ്വലാത്താണ്. ഇമാം ഷാഫിഈ റിസാല എഴുതിയപ്പോ ഒരു സ്വലാത്ത് എഴുതി. ആ സ്വലാത്ത് എഴുതി അന്ന് രാത്രി നബിയെ ഇമാം ഷാഫി തങ്ങൾ സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ഇമാം ഷാഫിയെ കെട്ടിപ്പിടിച്ചു. ആ സ്വലാത്തിന്റെ മാധുര്യം കൊണ്ട് ആ സ്വലാത്ത് ചൊല്ലിയവനിക്ക് മുറാദ് ഹാസിലാകുമെന്ന് നബി പഠിപ്പിച്ചു കൊടുത്തു. റിസാലന്റെ തുടക്കത്തിലുള്ള സ്വലാത്താണ്. അതുപോലെ പല സ്വലാത്തുകളും ചൊല്ലിയപ്പോ പല സ്വപ്നങ്ങളും ഉണ്ടായ സംഭവങ്ങളുണ്ട്. ആയിരക്കണക്കിന് 10,000കണക്കിന് രീതിയിലുള്ള സ്വലാത്തുകൾ. ഏത് സ്വലാത്തും ചൊല്ലാം. കാരണം അള്ളാഹു പറഞ്ഞതെന്താ? സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലൂ എന്ന്. ഇന്ന സ്വലാത്തേ പറ്റൂ, ഇന്ന രീതിയിലേ പറ്റൂ എന്ന് പറയാതെ ആമാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് സഹാബികൾ ചോദിച്ചിട്ടുണ്ട്, നബിയേ അറഫ്തുസ്സലാമ അലൈക, നിങ്ങൾക്ക് സലാം പറയാൻ ഞങ്ങൾക്കറിയാം, എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് നബിയെ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി ഒരു സ്വലാത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിമിയ സ്വലാത്ത്. ഒന്നിരായ ഞങ്ങളെ ശൈഖുന, ഒന്നിരായ കന്യാല മൗല, ഒന്നിരായ പാടത്തായി മൗല, ഒന്നിരായ ബഹുമാനപ്പെട്ട മംഗലാപുരം മൗലിയൊക്കെ അവരുടെ തരീഖത്തിലൂടെ പുരീരമാർ ചൊല്ലിക്കുന്ന സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ. ആ സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ്. പക്ഷേ അത് തന്നെയേ ചൊല്ലിക്കൂടൂ എന്നല്ല. അത് സഹാബത്ത് ചോദിച്ചത് നിസ്കരിക്കുമ്പോൾ നബിയെ എങ്ങനെയുള്ള സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്നാണ്.
നിസ്കാരത്തിലെ സ്വലാത്തിനെ പറ്റിയാ ചോദിച്ചത്. അതിലാ നബി പഠിപ്പിച്ചു കൊടുത്തത് നിസ്കാരത്തിന് മാത്രം ബാധകമാണ്. എന്നാൽ പോലും നിസ്കാരത്തിന് അതേ ചൊല്ലിക്കൂടൂ എന്ന നിയമവും ഇല്ല, അതും സുന്നത്തേ ഉള്ളൂ എന്ന് ഇമാമുകൾ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വലാത്തും ഇന്ന വാചകം എന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്താകുന്ന ഏത് വാചകവും പറ്റുന്നതാണ്. മൂന്നാമത്തത് ദിക്ർ. ദിക്റിനെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞേ? ഉദ്കുറുല്ലാഹ കസീറാ വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്തി. നിങ്ങൾ ദിക്ർ ചൊല്ലിക്കോളി. ഇന്ന ദിക്റേ ചൊല്ലാവൂ എന്ന നിയമമില്ല. ഏത് ദിക്റുകളുമാകാം. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി വരുന്ന, അള്ളാഹുവിന്റെ മഹോന്നതി അറിയിക്കുന്ന, അള്ളാഹുവിന്റെ സനാൽ പുകഴ്ത്തൽ വെളിവാക്കുന്ന ഏത് ദിക്റുമാകാം. ഏത് ദിക്റും. അതിൽ ആയിരക്കണക്കിന് 10,000കണക്കിന് ദിക്റുകൾ വ്യത്യസ്ത രീതികളിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്ത രീതികളിൽ. പക്ഷെ ചില ദിക്റുകൾക്ക് നല്ല പ്രാധാന്യം ഉണ്ടാവും. അതിനെന്താ കാരണം? അത് ഞാൻ ആദ്യം പറഞ്ഞ അടിസ്ഥാനത്തിലേക്ക് തിരിച്ചു വരികയാണ്. എന്താണ് അടിസ്ഥാനം? ഒരു മഹാൻ ചെയ്താൽ അതിനൊരു ബഹുമാനം ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഒരു മഹാൻ ചെയ്താൽ അതിനൊരു ബഹുമാനം ഉണ്ടാവും. മറിയം ബീവി ഗർഭം ധരിച്ച ഈത്തപ്പഴം തിന്നോണ്ടാ ഈത്തപ്പഴത്തിന് ബഹുമാനം വന്നത്. ആദം നബിന്റെ മണ്ണുമായി ബന്ധമുള്ള മണ്ണായതുകൊണ്ടാണ് ഈത്തപ്പനക്ക് ബഹുമാനം വന്നത്. സർവ്വ ബഹുമാനം അങ്ങനെയാണ്. എന്നപോലെ ഒരു വലിയ ചൊല്ലിയ ദിക്ർ, റിഫായി ശൈഖ് തങ്ങൾ ചൊല്ലിയ ദിക്ർ, മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ചൊല്ലിയ ദിക്ർ, കണ്യാനമൂല ചൊല്ലിയ ദിക്ർ, അല്ലെങ്കിൽ ഒരു സഹാബി ചൊല്ലിയ ദിക്ർ, അല്ലെങ്കിൽ ഒരു മഹാൻ ചൊല്ലിയ ദിക്ർ എന്ന നിലക്ക് അതിനൊരു ബഹുമാനമുണ്ട്. ആ മഹാനെ ഇഷ്ടപ്പെടുന്ന, ആ മഹാനുമായി ചുറ്റിപ്പറ്റുന്ന ആളുകൾ അതങ്ങനെ ചൊല്ലി അതങ്ങനെ നിലനിർത്തി വരുമ്പോൾ ആ മഹാൻ ദിക്റിന് പുറമെ ആ മഹാന്റെ മദതുവിലുണ്ടാവും. അതാണ് ഓരോ മഹാന്മാരുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ദിക്റുകൾ വരാൻ കാരണം. എന്നാൽ അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്റാണ്, ഒരു മഹത്വമാണ് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന ഖുതുബിയത്ത്. എന്താ ഖുതുബിയത്തിലുള്ളത്? ഖുതുബിയത്തിലുള്ളത് പ്രധാനമായും അതിന്റെ തുടക്കത്തിൽ ഖുതുബിയത്തിന്റെ ബെയ്ത്താണ്. ഞാൻ ഷോർട്ടാക്കി പറയുകയാണ്. ഖുതുബിയത്തിന്റെ തുടക്കത്തിൽ നല്ല നീണ്ട ബെയ്ത്തുകളുണ്ട്. അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദാ വശുക്രു ശുക്രൻ നബീദൻ വാസിബൻ റഗദാ ثم الصلاة على باقي الأنام ردا والآل والصحب والتبع في الدين يا موهي الدين يا موهي الدين يا موهي الدين يا عبد القادر جيلاني. ഇന്നത്തെ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി ഉണ്ടാക്കിയതല്ല. സദഖത്തുല്ലാഹിൽ കാഹിരി ഉണ്ടാക്കിയ ഖുതുബിൽ തുടങ്ങുന്നത് അൽഹംദുലില്ലാ മുതല. എന്നാൽ അത് മാറ്റി നിർത്താമെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. അവർക്ക് പ്രമാണമുണ്ട്, തെളിവുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ തുടങ്ങുന്ന നീണ്ട ബെയ്ത്തുകളാണ് ഖുതുബിയത്ത് ബെയ്ത്ത്. അറിയാലോ, ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? അപ്പൊ ആ ബെയ്ത്താണ് ഖുതുബിയത്തിന്റെ തുടക്കത്തിലുള്ള ബെയ്ത്ത്. ഈ ബെയ്ത്തിൽ എന്താ പറയുന്നതെന്നറിയോ? വളരെ പ്രധാനമായി ശൈഖ് ജീലാനിയുടെ മദ്ഹുകളാണ് പറയുന്നത്. ശൈഖ് ജീലാനിയുടെ മദ്ഹ ഖദ്ദസല്ലാഹു സിർറഹുൽ അദീം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ മദ്ഹ് പറയൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ? അല്ലേ? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അമ്പിയാക്കളെയും ഔലിയാക്കളുടെയും മദദ് പറയാനാ, ബഹുമാനം പറയാനായിട്ട് ഖുർആൻ ബഹുഭൂരിഭാഗവും നിലകൊള്ളുന്നത് അമ്പിയാക്കളെയും ഔലിയാക്കളെയും ബഹുമാനം പറയാനാണ്. ആ ഔലിയാക്കൾ വളരെ ശ്രദ്ധിക്കണം. അമ്പിയാക്കളെ എങ്ങനെ അള്ള പറഞ്ഞോ അതേപോലെ ഔലിയാക്കളെയും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലുള്ള ഔലിയാക്കളെ സയ്യിദുനാ ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു. ആരാ ദുൽഖർനൈനി? സുലൈമാൻ നബി ഒരു നബിയാണെങ്കിൽ അതേ പോസ്റ്റിൽ ഒരു വലിയാണ് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു. ഖുർആനിൽ ദുൽഖർനൈനിയെ പറ്റി പറഞ്ഞില്ലേ? അസ്അലൂനക അൻ ദുൽഖർനൈൻ ഖുൽ സാതിലൂ വാക്യം അലൈക്കും മിൻഹു ദിക്റാ. ദുൽഖർനൈനി ആരാണ്? അള്ളാഹുവിന്റെ അഖ്താബുകളിൽപ്പെട്ട ഔലിയാക്കളിലെ ഖുതുബുകളിൽപ്പെട്ട ഒരാളാണ് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു. വദുൽഖർനൈനി ലം യുറഫ് നബിയ. ദുൽഖർനൈനി നബിയല്ല, വലിയാണ്. ലോകം അടക്കി ഭരിച്ച രണ്ടാളുകൾ, രണ്ട് മുസ്ലിമീങ്ങൾ, ഒരു നബിയാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം.
ലോകം അടക്കി ഭരിച്ച മറ്റൊരു മുമ്മിനായ മനുഷ്യൻ ഒരു വലിയാണ് സയ്യിദുനാ ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു. ദുൽഖർനൈനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാഹു തആല ദുൽഖർനൈനിയെ സുലൈമാൻ നബിയെ പറഞ്ഞ അതേ ഖുർആനിൽ ദുൽഖർനൈനിയെ പറഞ്ഞു. ഇനി ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അല്ലാഹുവിന്റെ നബിയാണ്. ഈസാ നബിയെ പറയുന്നിടത്തൊക്കെ ഈസാ നബിന്റെ ഉമ്മ മറിയം ബീവിയെ പറ്റി പറഞ്ഞു. ഈസാ നബിയെ പറഞ്ഞതിനേറെ മറിയം ബീവി അല്ലാഹു വർണ്ണിച്ചു. 2 സൂറത്താണ് ഖുർആനിൽ മറിയം ബീവിയെ പറ്റി പറയാൻ, സൂറത്ത് മറിയമും സൂറത്ത് ആലു ഇമ്രാനും. എന്തൊക്കെയാ മറിയം ബീവിനെ മാത്രം പറഞ്ഞത്? നബിമാർ പോലും തോറ്റുപോകുന്ന കറാമത്തുകൾ, നബിമാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കറാമത്തുകൾ മറിയം ബീവിക്ക് അല്ലാഹു കൊടുത്തു. സക്കരിയ നബിയല്ലേ മറിയം ബീവിനോട് ചോദിച്ചത്, മറിയമേ എങ്ങനെയാണ് ഈ പഴങ്ങൾ ഈ റൂമിലേക്ക് വന്നത്? പൂട്ടിയിട്ട റൂമിലേക്ക് എങ്ങനെയാ പഴങ്ങൾ വന്നത്? സക്കരിയ നബിയാ ചോദിക്കുന്നു, അന്നാലകി ഹാദാ. മറിയം ബീവിന്റെ മറുപടി, അല്ല തന്നതാണ്, അല്ല തന്നതാണ്. അതിനർത്ഥം കറാമത്താണ്. ഖുർആനിൽ കറാമത്ത് പറഞ്ഞെന്തിനാ? ഒരു വലിയനെ പ്രകാശിപ്പിക്കാനാണ്. സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം, ലുഖ്മാൻ നബിയല്ല, കദൽ ലുഖ്മാനു ഫഹ്ദർ അൻ ജിദാലി. ലുഖ്മാൻ വലിയാണ്. ലുഖ്മാനെ പറ്റി അല്ലാഹു പറഞ്ഞു, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ, വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. എന്റെ ലുഖ്മാന് ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു കൊടുത്തു. 1000 ഫന്നിലാണ് ലുഖ്മാനുൽ ഹകീം. നിങ്ങൾക്ക് വിവരം, 1000 ഫന്ന്, 1000 സബ്ജക്റ്റുകളിൽ അബ്ദുൽ കലാം APJ അബ്ദുൽ കലാം, അയാൾക്ക് സയൻസേ അറിയുള്ളൂ. ഇന്ത്യ കണ്ട ജേർണലിസ്റ്റാണ് അദ്ദേഹം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതുപോലെ ഓരോരുത്തരും നമ്മൾ തെരഞ്ഞെടുത്താൽ അവർക്കൊക്കെ ഒരു വിഷയത്തിലാണ് പ്രാവീണ്യമെങ്കിൽ, ഇബ്നു ഹജറുൽ ഹൈതമി ഏറ്റവും വലിയ ഫഖീഹാണെങ്കിൽ, ഇമാം ഗസ്സാലി ഏറ്റവും വലിയ മുത്തസഫിഫാണെങ്കിൽ, ഇമാം ബുഖാരി ഏറ്റവും വലിയ മുഹദ്ദിസാണെങ്കിൽ, ഓരോരുത്തരും ഓരോ ഫന്നിലാണെങ്കിൽ, ലുഖ്മാനുൽ ഹകീമിന് അല്ലാഹു കൊടുത്തത് 1000 ഫന്നിലുള്ള വിഷയമാണ്, 1000 വിജ്ഞാനശാഖ. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. അല്ലാഹു പറയുന്ന ഖുർആനിൽ ആരാ? ലുഖ്മാൻ നബിയല്ല, വലിയാണ് ലുഖ്മാനുൽ ഹകീം. പാൽക്കായ നമുക്കറിയില്ലേ, പാൽക്കായ ലുഖ്മാനുൽ ഹകീമിന്റെ പേരിൽ അത് വെക്കുക. അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഖുർആനിൽ അമ്പിയാക്കളെ പരിചയപ്പെടുത്തിയ പോലെ പരിചയപ്പെടുത്തി. ഇനി ഞാൻ ഒന്നും കൂടി പറയാൻ, പൂർവ്വ സമുദായത്തിലുള്ള ആ ഔലിയാക്കളെ പറ്റി അള്ളാഹു ഖുർആനിൽ അത്ര പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഉമ്മത്തിലുള്ള ഔലിയാക്കൾ ഉണ്ടല്ലോ, ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ, മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പോലുള്ള ഈ ഉമ്മത്തിലെ ഔലിയാക്കൾ അവർ പൂർവ്വസൂരികളായ ഉമ്മത്തിലുള്ള ഔലിയാക്കളെക്കാളും ബഹുമാനപ്പെട്ടവരാണ്. മറിയം ബീവിയെ ഖുർആൻ അത്ര പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൂസാ നബിന്റെ ഉമ്മാനെ പറ്റി അല്ലാഹു ഖുർആനിൽ പറയുന്ന വലഖദ് വഔഹൈനാ ഇലാ ഉമ്മി മൂസ. മൂസാ നബിന്റെ ഉമ്മാനോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. മൂസാ നബിന്റെ ഉമ്മാനോട് ഞാൻ നേരിട്ട് സംസാരിച്ചു എന്ന് അല്ലാഹു പറയുന്നു ഖുർആനിൽ. മൂസാ നബിന്റെ ഉമ്മാക്ക് എന്നാ യോഗ്യത? മൂസാ നബിന്റെ ഉമ്മ വലിയ നബിയല്ല, കാരണം പെണ്ണ് നബിയില്ലല്ലോ. മൂസാ നബിന്റെ ഉമ്മാന്റെ യോഗ്യത വലിയതാണ്. ഹന്നത്ത് ബീവിയെ പറ്റി ഖുർആൻ പറയുന്ന, വൈദ് ഖാലത്ത് ഇംറാത്തു ഇമ്രാന, ഇമ്രാന്റെ ഭാര്യ പ്രസവിച്ചത് പറഞ്ഞ നേരം. നമ്മളെ ഭാര്യയെ പറ്റി ഖുർആൻ പറയുന്നില്ല. അതാണ് ഇമ്രാന്റെ ഭാര്യ ഹന്നത്ത് ബീവിന്റെ പ്രത്യേകത, വലിയതാണ്. ഇമ്രാൻ വലിയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട കുത്തുബുകളിൽപ്പെട്ട വലിയാണ്. അവരെ പറ്റി ഖുർആൻ പറഞ്ഞപ്പോൾ മുഅ്മിനീങ്ങളെ, ആ ഔലിയാക്കളെക്കാൾ ബഹുമാനമുണ്ട് ഈ ഉമ്മത്തിലെ ഔലിയാക്കൾക്ക്. അവരെക്കാൾ ബഹുമാനമാണ്. നമ്മുടെ നാട്ടിലുള്ള ഔലിയാക്കളൊക്കെ കൊച്ചാക്കും. അവരെന്താ കാട്ടണ്ടേ? എന്നാൽ അല്ലാഹുവിന്റെ ഖുർആനിൽ ഔലിയാക്കളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് പടച്ച തമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് ഇറക്കി തന്ന ഈ ഉമ്മത്തിലെ ഔലിയാക്കൾ ആ ഔലിയാക്കളെക്കാൾ ബഹുമാനമാണ്. എന്താ ബഹുമാനത്തിന് കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഉലമാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ഔലിയാക്കൾ ഉണ്ടല്ലോ, അംബിയാഇ ബനി ഇസ്രായീൽ, ഇസ്രായേൽ മക്കളിലുള്ള നബിമാർക്ക് തുല്യമാണ്. കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖത്ത് നോക്കല് അത് മഹാനായ സുലൈമാൻ നബിന്റെ മുഖത്ത് നോക്കും പോലെയാ. ശംസുൽ ഉലമന്റെ മുഖത്ത്
നോക്കൽ അത് മൂസാ നബിന്റെ മുഖത്ത് നോക്കും പോലെയാ. കണ്യാല മൗലാന്റെ മുഖത്ത് നോക്കൽ അത് ബഹുമാനപ്പെട്ട ഒരു നബിന്റെ മുഖത്ത് നോക്കും പോലെയാ. മഹാനായ ചപ്പാരപ്പുഴ ഉസ്താദ് എന്ന് പറയുന്ന മുഹറവിയായ ആലിമിന്റെ മുഖത്ത് നോക്കൽ അതൊരു മൂസാ നബിന്റെ മുഖത്ത് നോക്കും പോലെയാ. എന്തുകൊണ്ട്? എന്റെ ഉമ്മത്തിലുള്ള ഔലിയാക്കൾ ഇസ്രായേൽ മക്കളിലുള്ള നബിമാർക്ക് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞതല്ല, എന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നതല്ല, അത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ആർക്കാണ് അത് നിഷേധിക്കാൻ കഴിയാ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത്തരം ഉമ്മത്തിലെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന് പറയുന്ന വലിയ ശൈഖ് ജീലാനിയുമായുള്ള തന്റെ ത്വരീഖത്ത് ബന്ധത്തിന്റെ പേരിൽ മഹാനവർ എഴുതി ചേർത്ത ഈ പരിശുദ്ധമായ ഖുതുബിയത്തിന്റെ മദ്ഹ് ബൈത്തുകൾ, ആ ബൈത്തുകളിലുള്ളത് മഹാനായ ശൈഖ് ജീലാനിയെ മദ്ഹ് പറയലാണ്. അങ്ങനെ മദ്ഹ് പറഞ്ഞാൽ എന്താ ഗുണം എന്നറിയോ? കൂലിയിട്ടൊന്നുമല്ല, അതൊക്കെ ചെറുതാ. അങ്ങനെ മദ്ഹ് എന്ന് പറഞ്ഞാൽ പടച്ചവനെ രക്ഷപ്പെടുത്തും. അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ നടന്ന ഒരു ബഹുമാനപ്പെട്ട നായയില്ലേ, ആ നായക്ക് അല്ലാഹു ബഹുമാനം കൊടുത്തു. ബഹുമാനപ്പെട്ട നായ ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ശൈഖുന എന്നെ പറഞ്ഞ നായ എന്ന് പറയാൻ പേടിയാകുന്ന അത്രയും ബഹുമാനം അതിനോട്. ബഹുമാനപ്പെട്ട നായ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ കാരണം? ഒരു വലിയ സ്നേഹിച്ചു വന്നതാണ്. നിങ്ങൾ ആലോചിക്കൂ. ഫിറൗന്റെ ശിങ്കിടികളായ ആ നാട് കണ്ട ഏറ്റവും വലിയ ജ്യോത്സ്യന്മാർ, ആ ജ്യോത്സ്യന്മാർക്ക് അല്ലാഹു കൂട്ടത്തോടെ ഹിദായത്ത് കൊടുത്തു. കൂട്ടത്തോടെ പടച്ചവന്റെ സുജൂദിലേക്ക് വീണ് മുഅ്മിനീങ്ങളായി. എന്താ കാരണം അറിയോ? മൂസാ നബിയെ ബഹുമാനിച്ചവർ. മൂസാ നബിയും അവർ തമ്മിൽ സിഹിറിന് ഏറ്റുമുട്ടാൻ നോക്കുമ്പോ മൂസാ നബിന്റെ മൊഴിയത്തോട് അവർ സിഹിർ കൊണ്ട് ഏറ്റുമുട്ടുമ്പോ അവർ മൂസാ നബിയോട് ഒരു നല്ല വർത്താനം പറയുന്നത്, ഒരു മോശമില്ലാത്തൊരു വർത്താനം. എന്താ വർത്താനം അറിയോ? ഇമ്മാൻ തുൽക്കിയ അവൻ നെൽക്കായ മൂസ, മൂസ നിങ്ങളെ വെടി നിങ്ങൾ ആദ്യം ഇടുന്നോ അതോ നമ്മൾ ഇടുന്നോ? ഒരു മാന്യതയുള്ള വർത്താനം. ഉടനെ മൂസാ നബി പറഞ്ഞു നിങ്ങൾ ഇട്ടോളി. ഈ ഒരൊറ്റ മാന്യത മൂസാ നബിയോട് കാണിച്ച കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് കൊടുത്തു. ഈ മാന്യത ഫിറൗന്റെ വൃത്തികെട്ട സാഹിറന്മാർക്ക് ആ മാന്യത ഉണ്ടായിട്ട് അല്ലാഹു അവർ ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളായ മുത്തുമുഅ്മിനീങ്ങളായ നമ്മൾ 5 നേരം പടച്ചതമ്പുരാൻ നിസ്കരിക്കുന്ന നമ്മൾ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മൂസാ നബിയെ പോലുള്ള എന്റെ ഉമ്മത്തിലുള്ള ആലിമീങ്ങൾ പൂർവ്വ സമുദായത്തിലെ നബിമാരെ പോലെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഈ ഉമ്മത്തിലെ അഗ്രേസരനായ ആലിം ശൈഖ് ജീലാനിന്റെ മദ്ഹ് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്ന മദത്തിലേക്ക് ചെറുതായിരിക്കോ? വലിയ മഹത്വമുള്ള കാര്യമാണ്. അതുകൊണ്ട് മദ്ഹ് പറഞ്ഞ ഒരു കൂലിയിട്ടെന്ന് മാത്രമൊന്നുമല്ല, വലിയ പുണ്യമുള്ള 1000 മഹത്വമുള്ളതാണ്. അല്ലാഹു തആല ആ മദത് നമുക്ക് തരട്ടെ. എന്താണ് ഈ കുത്തുബിയത്ത് ബൈത്തുകളിൽ പറയുന്നത്? എല്ലാം കൂടി നമുക്ക് പോസ്റ്റ്മോർട്ടം വിശദീകരിക്കാൻ സമയമില്ല, കുറച്ചുകൾ പറയാം. കുത്തുബിയത്ത് ബൈത്തിനെ ഇവിടെയുള്ള ചില ആളുകൾ വിമർശിക്കും. വിമർശിക്കുന്ന ആളുകളെ നമുക്ക് വൈക്കൂടുക എന്ന് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അവരോട് നമുക്ക് യാതൊരു സന്ധിയുമില്ല, അവരെ നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. നമ്മളിവിടെ മുത്തുമുഅ്മിനീങ്ങളെ സദസ്സ. കുത്തുബിയത്തിന്റെ രണ്ടാമത്തെ വരി എന്താണെന്നറിയോ? അതവിടെ വലിയ കുഴപ്പം, ആകെ ആകാശം പൊട്ടി പോകുന്ന ഒരു വൈത്താണ്. എന്തായാലും പറയുന്നത് യാ കുതുബ അഹ്ലി സമാ വല്ലർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വജൂദിഹിം വഗൈസഹുമാ ابن اللاليين قد أهرزت إرثهما يا خير من كان يوضع موهي الدين يا موهي الدين يا موهي الدين يا موهي الدين يا عبد القادر جيلاني. ഇതിന് ആളുകൾ അർത്ഥം വെക്കുന്ന അവരുടെ പുസ്തകമൊക്കെ കണ്ടിട്ട് ഞാൻ ഈ മുത്തുമുഅ്മിനീങ്ങളുടെ സദസ്സിൽ വായിച്ചത് വെറുതെ ഹൈലാക്കണ്ടെന്ന് എഴുതിയിട്ട് ഒരു ഹൈലാണ് ആ സാധനം. നമുക്ക് പരിശുദ്ധമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. എന്താണ് അത് പറയുന്നത്? ആകാശ ലോകത്തിന്റെയും ഭൂമി ലോകത്തിന്റെയും സർവ്വജനങ്ങളുടെയും ധ്രുവമേ, ആശാകേന്ദ്രമേ, ആകാശ ഭൂനിവാസികൾക്ക് മഴ കൊടുക്കുന്ന മനുഷ്യനെ എന്നിതാ ശൈഖ് ജീലാനിനെ വിളിച്ചിരിക്കുന്നു. എന്നാൽ അല്ലാഹു പറയുന്നു അൻതും അൻസൽതുമൂഹു അം നഹ്നുൽ മുൻസിലൂൻ, മഴ ഇറക്കുന്നവൻ നിങ്ങളല്ല ഞാനാണെന്ന് അല്ലാഹു പറയുന്നു. സുന്നികൾ പറയുന്നു ആകാശ ഭൂമി ലോകത്ത് മഴ പെയ്യിപ്പിക്കുന്നവൻ ആരാ? മുഹീദ്ദീൻ ശൈഖാനാ പറയുന്നത്. തനിച്ച ശിർക്ക്. എങ്ങനെയുണ്ട്? അവരത് അർത്ഥബുക്കൊക്കെ ഇവിടെ എൻ്റെ കയ്യിലുണ്ട്, ഞാനതൊന്നും വായിക്കുന്നില്ല. എന്നെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് വേണ്ടി വന്നാൽ അതൊക്കെ കാണിച്ചു തരും. എന്നാൽ എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് അവിടെ പറഞ്ഞത്? ആ പറഞ്ഞ അർത്ഥമാണോ അതിലുള്ളത്? ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? വസ്തുതാപരമായി നമുക്ക് വിശദീകരിക്കാം. ആ ഒറ്റ ബൈത്തെ കുത്തുബിയത്ത് ബൈത്ത് ഞാൻ വിശദീകരിക്കുന്നുള്ളൂ. നമുക്ക് കുത്തുബിയത്തിലേക്ക് കിടക്കണം. എന്താ ഇത് പറഞ്ഞത്? യാ കുതുബ അഹ്ലി സമാ വൽ അർളി, ആകാശഭൂമികളുടെ നിവാസികളുടെ ധ്രുവമേ, കേന്ദ്രമേ, കേന്ദ്രബിന്ദുവേ, ഗൗസഹുമാ, ആകാശഭൂനിവാസികളുടെ സഹായ കേന്ദ്രമേ,
യാ ഫൈല ഐനൈ വുജൂദൈഹിം വഗൈസഹുമാ. ആകാശഭൂമികളാകുന്ന ഉന്മ, ആകാശവും ഭൂമികളുമാകുന്ന ആ രണ്ട് വസ്തുക്കളെ ഒരു വലിയ സമുദ്രമാക്കി ഒലിക്കുന്ന